Alhamdulillah. Ahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യരായ ഈ ദേശത്തെയും അടുത്ത പ്രദേശത്തിലെയും പ്രിയപ്പെട്ട പിതാക്കളെ, മാതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മതപരമായ അറിവ് എന്ന സമ്പത്ത് നേടിയെടുക്കുവാൻ നമുക്കതിന് ഒരു വിശാലമായ സൗകര്യം ഒരാഴ്ചയോളമായി നമുക്ക് കുറ്റ്യാടിയിൽ ലഭ്യമായിരിക്കുകയാണ്. മതത്തെക്കുറിച്ചുള്ള അജ്ഞത പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടാൻ കാരണമായി തീരാറില്ല. ആ ചൂഷണങ്ങളിൽ നിന്ന് മുക്തമാകുവാൻ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ തേടണം. നമ്മൾക്ക് അല്ലാഹു അനുഗ്രഹിച്ച് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, ചിലതു മാത്രമാണ് നമ്മൾ അനുഗ്രഹമായി കണക്കുകൂട്ടുന്നത്. ആരോഗ്യം നമുക്ക് അനുഗ്രഹമാണ്, സമയം നമുക്ക് അനുഗ്രഹമാണ്, അറിവ് നമുക്ക് അനുഗ്രഹമാണ്, സമ്പത്ത് നമുക്ക് അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഹൃദയം കൊണ്ട് ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട ഇസ്ലാമികമായ ജീവിതത്തിലെ സംശുദ്ധി, തഖ്വ, അത് നമുക്ക് അനുഗ്രഹമാണ്, ഹിദായത്ത്. ഇവയൊക്കെ അനുഗ്രഹമായി കൂട്ടുമ്പോഴാണ് ആ അനുഗ്രഹത്തോട് സ്നേഹവും ആ അനുഗ്രഹത്തോട് നമുക്ക് ആഗ്രഹവും ഉണ്ടാവുക. ഒരു സമ്പന്നന്റെ വീട്ടുപടിക്കൽ ഒരു പണ്ഡിതനെ കാണുന്നു, എന്നാൽ പണ്ഡിതന്റെ വീട്ടുപടിക്കൽ ഒരു സമ്പന്നനെ കാണുന്നില്ല. തത്വചിന്തകനോട് അത് ചോദിച്ചപ്പോൾ തത്വചിന്തകൻ മറുപടി പറഞ്ഞത്, പണ്ഡിതന് പാണ്ഡിത്യത്തിന്റെയും സമ്പത്തിന്റെയും വിലയറിയാം, എന്നാൽ സമ്പന്നന് പണത്തിന്റെ വില മാത്രമേ അറിയുള്ളൂ, പാണ്ഡിത്യത്തിന്റെ വില അറിയില്ല. ഇതുപോലെ ചിലതറിയുകയും ചിലതറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ
അള്ളാഹു എന്താണ് എനിക്ക് നിഅമത്ത് തരാത്തത് എന്ന് ഒരുപാട് നിഅമത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ പരാതിപ്പെടുന്ന അന്തരീക്ഷമുണ്ടാകും. അതില്ലാതിരിക്കാൻ നമുക്ക് ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് 1-ാം ക്ലാസ്സിൽ മുമ്പ് കാലത്ത് കോപ്പി എഴുതിക്കൊണ്ട് കുട്ടികളുടെ അക്ഷരം ശരിയാക്കിയിരുന്നത് ധാരണ കൂടി ശരിയാക്കിക്കൊണ്ടായിരുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന്. അത് പിന്നീട് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ, അറബി ഗ്രന്ഥങ്ങളിൽ അവരുടെ ഇടയിൽ പരിചയമുള്ള ഒരു പഴഞ്ചൊല്ലായി തന്നെ അറിയപ്പെടുന്നു, അൽ ഇൽമു ഖൈറും മിൻ കുല്ലി മാൽ എന്ന്. എല്ലാ സമ്പത്തിനേക്കാളും നമുക്ക് പ്രധാനമായി സമ്പത്തുള്ളത് അറിവ് കൊണ്ടാണ്. അതില്ല എന്ന് പറയാൻ, അതിനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയാൻ കുറ്റിയടിക്കാരായ നിങ്ങൾക്കും മലപ്പുറത്തുകാരനായ എനിക്കും അതിന് സാധ്യമല്ല. കാരണം വേണ്ടുവോളം അവസരങ്ങൾ ഉണ്ട് നമുക്ക് പഠിക്കാൻ. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ ഞാനും നിങ്ങളും അത് നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ ഈ അധ്വാനം ഒക്കെ അത് നഷ്ടത്തിലായി പോകും. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കേൾക്കുന്നത് പോലെ കേൾക്കുകയും നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇതിനോട് നമ്മളുടെ സ്നേഹം കുറഞ്ഞു പോകാൻ പാടില്ല. സമ്പത്ത് എന്നത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണത് വിനിയോഗം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കത് ലഭിക്കുന്നത് എന്നൊക്കെ വിശ്വാസികളായ നമ്മൾ പഠിക്കണം സുഹൃത്തുക്കളെ. സമ്പത്ത് എന്നത് വെറുതെ എവിടെ നിന്നെങ്കിലും ഒരു ചാക്കിൽ കെട്ടി ഇറക്കപ്പെട്ടതല്ല. നമ്മളുടെ അധ്വാനം അതിലുണ്ട്. എന്നാൽ നമ്മളുടെ അധ്വാനം കൊണ്ട് മാത്രം ഒരു വലിയ സമ്പന്നനാകാൻ ലോകത്തിലൊരാൾക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ കുറ്റിയാടികൾ സമ്പന്നത കൊണ്ട് അങ്ങേ അറ്റം ലഭ്യമായ അതല്ലാത്ത ആരെങ്കിലും ഉണ്ടായിത്തീരുമോ സുഹൃത്തുക്കളെ? ബിസിനസിന്റെ 18 അടവും അറിയാവുന്നവൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവൻ, അവൻ ചിലപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദമെടുത്ത് കാണും. പക്ഷേ അവനൊരു ബിസിനസ് ചെയ്തുകൊണ്ട് അതൊന്ന് കരുപിടിപ്പിക്കാൻ ചിലപ്പോൾ സാധ്യമായില്ല എന്ന് വരാം. എന്തിനും നമ്മളെ സൃഷ്ടിച്ച സിത്താവിന്റെ അനുഗ്രഹവും സിത്താവിന്റേതായ തൗഫീഖും ഉണ്ടാകണം. ആ തൗഫീഖ് കൊണ്ടു തന്നെയാണ് ആരോഗ്യത്തോടുകൂടെ ഉള്ള ആരോഗ്യവും കൊണ്ട് നമ്മളൊക്കെ തന്നെ ഇവിടെ വന്നിരിക്കുന്നതും ഞാനിവിടെ വന്നു നിൽക്കുന്നതും. കഴിഞ്ഞ മിനിഞ്ഞാന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തന രംഗത്ത് തളിപ്പറമ്പ് ദേശത്തും കണ്ണൂർ ജില്ലയിലും സജീവ സാന്നിധ്യമായി നിലകൊണ്ടിരുന്ന കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ അവിടുത്തെ ഒരു കച്ചവടക്കാരൻ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ സാഹിബ് സത്യമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഒരു ദിവസത്തിന്റെ തുടക്കം ആരാധനാലയത്തിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിൽ പോയി അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിട്ട് കഴിഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെയാണ് അവശേഷിക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മളുടെ പോക്കറ്റിലും നമ്മളുടെ വീട്ടിലും ഒക്കെയുള്ള നമ്മളുടെ ഒക്കെ തന്നെ സമ്പത്ത് എന്ന് പറയുന്നത് അത് നമ്മളുടേതാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമില്ല. കാരണം ഒരു 2 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് മുമ്പ് മറ്റാരുടേതോ ആയിരുന്നു അവയൊക്കെ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ശ്വാസം നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വേർപെട്ടു പോകാൻ എടുക്കുന്ന സമയം ചിലപ്പോൾ അത്രയും വേണം എന്നില്ല. അതോടുകൂടി ഈ സമ്പത്ത് നമ്മളുടെ മക്കളുടേതായി മാറി. ഒരു ബാങ്ക് മാനേജറും അവിടെ ഒപ്പിട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു കള്ളൻ വന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് നമ്മളുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളുടെ സമ്പത്ത് മറ്റൊരാളുടേതായി മാറുന്നത്? ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ്. ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സംഭവിച്ചതുപോലെ തന്നെയാണ് ഒരുപാട് സെക്കൻഡുകൾക്കിടയിലൂടെ തന്നെയാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഈ സമ്പത്തൊക്കെ വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഔദാര്യം, ദാലിക ഫളുലുല്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ് സമ്പത്ത് എന്നാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നല്ലവരായി ജീവിച്ച് നല്ലതുപോലെ ജീവിച്ച് നമ്മളൊക്കെ സ്വർഗാവകാശികളായി എന്നതുകൊണ്ട് അള്ളാഹു കുറെ 10,000 രൂപ നമുക്കൊക്കെ തന്നതല്ല. ഒരു പരീക്ഷണമാണ്. ഖുർആൻ അത് പറഞ്ഞു.
അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തവർക്ക് അത് കൊടുക്കുകയില്ല. കുറ്റിയാടിയിൽ തന്നെ കുറച്ചാളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്ക് നൽകി കുറച്ചാൾക്ക് കൊടുത്തില്ല. എന്തേ അവനില്ലാത്തത്, എന്തേ ജ്യേഷ്ഠനുണ്ടായി, എന്നേ അനുജനില്ലാത്തത്, അവൻ തൊലച്ച് കളഞ്ഞിട്ടാണ്, മേപ്പട്ടൂക്കി നടന്നിട്ടാണെന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ നമുക്ക് പറയാനുള്ള ചില ന്യായങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ ഉള്ള ബുദ്ധി ഉപയോഗിക്കാതെ റോട്ടിന്റെ പക്കത്ത് ബീഡിയും വലിച്ച് ഇരുന്നിട്ട് ഉണ്ടാകാതെ പോയതാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഖുർആൻ പറയുന്ന ഒരു സത്യമുണ്ട്, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റഹ്മത്ത് നൽകുന്നതാണ് പ്രത്യേകമായി. വല്ലാഹു ദുൽ ഫളിൽ അലീം. അല്ലാഹു അത്യുന്നതനും അതുപോലെ തന്നെ ശ്രേഷ്ഠനുമാണ്. അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു. അല്ലാഹു ചിലർക്ക് അവന്റേതായ സമ്പത്തും അനുഗ്രഹവും വിശാലമാക്കി കൊടുക്കും, ചിലർക്കോ അല്ലാഹു അത് നിയന്ത്രിക്കുകയും ചെയ്യും. നമുക്ക് ചിലപ്പോൾ തരും, ചിലപ്പോൾ തരാതിരിക്കും. കുറെ ആളുകൾക്ക് കൊടുക്കും, കുറെ ആളുകൾക്ക് കൊടുക്കാതിരിക്കും. കുറെ തറവാട്ടുകാർക്ക് സമ്പത്ത് കൊടുക്കും, കുറെ തറവാട്ടുകാർക്ക് കൊടുക്കാതിരിക്കും. അതൊക്കെ താഴ്ത്തി കാണാനോ മുകളിൽ ഉയർന്നു കാണാനോ അല്ല. അല്ലാഹു നൽകുന്നത് എന്താണെന്ന് ഖുർആൻ തന്നെ പറയട്ടെ. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. തീർച്ചയായും നിങ്ങൾ അറിയണം കേട്ടോ, വെറുതെ ആയോദനം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ അറിയണം. എന്താണ് അറിയേണ്ടത്? തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നത്തുൻ, ഒരു പരീക്ഷണമാണ് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾ തോന്നിയതുപോലെ ജീവിച്ചുകൊള്ളൂ എന്നല്ല. ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. രണ്ട് സമ്പത്താണ് തന്നിട്ടുള്ളത്. എന്താ സമ്പത്ത്? ഒന്ന് സന്താനങ്ങളും അതുപോലെ തന്നെ സമ്പത്തും. സഹോദരന്മാരെ, എവിടെ ഖുർആൻ പറഞ്ഞോ എവിടെയൊക്കെ തന്നെ കുട്ടികളുടെ സന്താനങ്ങളോടൊപ്പമാണ് സമ്പത്തിനെ പറയുന്നത്. സമ്പത്തിനെയും സന്താനത്തെയും എപ്പോഴും മിക്ക സമയത്തും ഖുർആൻ എടുത്തു പറയുമ്പോ ഒന്നിച്ചാണ് പറയുന്നത്. നമ്മളും വിചാരിക്കുക എന്താ ഒന്നിച്ചു പറയണേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് സന്താനങ്ങളെ പഠിച്ചോന്നുണ്ടല്ലോ. ആ സന്താനങ്ങളെ നമ്മൾ മടിയിലിരുത്തിയിട്ട്, ചിലപ്പോൾ ഒരു 3.5 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടിയെ നമ്മൾ മടിയിലിരുത്തിയിട്ട് അതിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയും. എന്താ പറയാ? ഉപകാരപ്പെടും ആയിരിക്കുമല്ലേ, എന്താവും അവലെ എന്നൊക്കെ. വളർന്നാ ഉപകാരമാവോ അതോ ആപ്പാനെ പറ്റിക്കോ? കുട്ടിക്കൊന്നും വിവരമൊന്നും ഉണ്ടാവില്ല. എന്നാലും കുട്ടിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാവും, എന്തൊക്കെയായി മാറും, ഉപകാരപ്പെടുവോ പെടൂലേ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചോദിക്കും. എന്നാ ഒരു 2000 ഉറുപ്യ കയ്യെ പിടിച്ചിട്ട് ഇതുവരെ ചോദിച്ചിക്കണോ? അല്ല, ഇത് ഉപകാരപ്പെടുവോ? ഉപകാരപ്പെടൂലേ? അതുകൊണ്ട് വല്ല ഉപകാരം ഇല്ല, അത് ഉപകാരപ്പെടും എന്നാണ്. 10,000 അതെന്തായാലും ഉപകാരപ്പെടും. അത് നാട്ടുകാരടിയിൽ ഇറങ്ങി നടക്കാൻ ഒരു സ്റ്റാറ്റസിന് നല്ലതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ രണ്ടും പരീക്ഷണമാണ്, മറന്നുപോകാൻ പാടില്ല. അള്ളാഹു നൽകിയ പരീക്ഷണത്തിൽ വിജയിക്കണം. അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട് അത് ഉപകാരപ്രദമായ രൂപത്തിൽ ചെലവഴിച്ചു. അത് നേടിയെടുക്കുന്നിടത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരം പറയാതെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ സുഹൃത്തുക്കളെ നേരം വെളുത്താ ചോദിക്കുന്നില്ലേ? നമ്മുടെ കൂട്ടുകാരനോടൊക്കെ എന്താ വിശേഷമൊക്കെ സുഖം തന്നെയല്ലേ, രാവിലെ നടക്കലുണ്ടോ, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ? അല്ലേ? മകന് പെണ്ണ് കിട്ടിയോ, ഓന് പൊന്ന് കിട്ടിയോ, എന്താ ബ്രോക്കർ എന്തോ പറഞ്ഞോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. നമ്മൾ ചോദിക്കണ ഏതെങ്കിലും ഒരു ചോദ്യം പടച്ചോന്റെ അടുത്ത് എന്നാ പടച്ചോൻ നമ്മളോട് പരലോകത്ത് ചോദിക്കുവോ? നമ്മൾ ചോദിക്കണ ഏതെങ്കിലും ഒരു ചോദ്യം ഇല്ല. കാരണം എന്തുകൊണ്ടാ? നമ്മളെ ജീവിതം അത്രയും വ്യത്യസ്തം. നമ്മൾ ചോദിക്കുന്ന ചോദ്യവും അതിനുത്തരവും പഠിച്ചു വെച്ചിട്ട് എന്തൊരു ഉപകാരം നമുക്കുണ്ട്. അല്ലാഹു അവിടെ വെച്ച് ആദ്യമായി ചോദിക്കുന്നത് നിന്റെ ആ വിശ്വാസത്തിൽ കളങ്കമുണ്ടോ, എന്നെ മാത്രമല്ല ആരാധിച്ചിട്ടുള്ളൂ എന്നാ. അത് ചോദിക്കും, അതിനുത്തരം പറയേണ്ടി വരും. ആരാധനയെക്കുറിച്ച് ചോദിക്കും, നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കും, അത് 5 നേരം നിർവഹിച്ചോ എന്ന് ചോദിക്കും, ബന്ധത്തെക്കുറിച്ച് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിയുടെ മുമ്പിൽ അല്ലാഹുവിന്റെ അടുക്കൽ 5 കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ മുന്നോട്ട് കടക്കാൻ കഴിയില്ല. നമ്മളുടെ കാൽപാദങ്ങൾ മുന്നോട്ട് കടക്കാം. അപ്പൊ നമ്മൾ പറയും, അതൊക്കെ നടന്നു പോയിക്കൂടെ എന്നാ. നമ്മളിങ്ങനെ നടക്കുമ്പോ ചെറിയൊരു വേദന. കൂട്ടുകാരൻ പറഞ്ഞു, ഇങ്ങോട്ട് പോരടാ, 32 വയസ്സല്ലുള്ളൂ. ഇല്ലടാ, എന്റെ കാലെടുത്തക്കാൻ കഴിയും. എന്താ എന്റെ കാലെടുത്തക്കാൻ കഴിയും? ഒന്നും ഇല്ല, എടുത്തക്കാൻ കഴിയില്ല, എന്റെ കാല് കുഴഞ്ഞിട്ടുണ്ട്. എന്താ എന്റെ കാല് കുഴഞ്ഞ ഭ്രാന്താ എനിക്ക്? അല്ലടോ, എനിക്ക് എന്റെ കാലെടുത്തക്കാൻ കഴിയണില്ല.
എന്ത് എന്റെ കാലിന് പറ്റി എന്താന്നറിയില്ല, ഞാൻ അതാ കുഴഞ്ഞിക്കണേ, ആശുപത്രിയിൽ പോകുന്നു, 10-20 കൊല്ലമായി കുഴഞ്ഞു കിടക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ? സഹോദരന്മാരെ, നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവുകളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്തും എല്ലാം അല്ലാഹുവിന്റെ ഔദാര്യങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹ് ചോദിക്കും, മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് നീ സമ്പത്ത് സമ്പാദിച്ചതെന്ന്. സമ്പത്ത് സമ്പാദ്യമാണ്, എവിടെന്നാ ഇജ്ജ് ഉണ്ടാക്കിയെന്ന് ചോദിക്കും. വീട്ടിലേക്ക് ലക്ഷങ്ങൾ കൊണ്ടുവന്നപ്പോൾ വാപ്പ ചോദിക്കാത്ത ചോദ്യം, വീട്ടിലേക്ക് ആയിരക്കണക്കിന് രൂപ കൊണ്ടുവന്നപ്പോൾ ഭാര്യ ചോദിക്കാത്ത ചോദ്യം, 2000 രൂപ കയ്യിലെടുത്തു കൊടുത്തപ്പോൾ മകൻ ചോദിച്ചില്ല ഈ ചോദ്യം. പടച്ചോനെ, എന്റെ വാപ്പ ചോദിക്കാത്ത, എന്റെ ഉമ്മ ചോദിക്കാത്ത, എന്റെ മക്കള് ചോദിക്കാത്ത, എന്റെ നാട്ടുകാര് ചോദിക്കാത്ത, സെയിൽ ടാക്സ് ഓഫീസറോ അത് ഇൻകം ടാക്സ് ഓഫീസറോ ചോദിക്കാത്ത ഒരു ചോദ്യം ഇവിടെ നിന്ന് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അള്ളാന്റെ റസൂല് ചോദിച്ചിട്ടുണ്ട് നമ്മളോട്, അള്ളാഹ് അങ്ങനെ ചോദിക്കുന്നു. ഇത് മാത്രമല്ല ചോദിക്കുക, ഫീമ അൻഫഖഹു, എന്തിലാണത് ചെലവഴിച്ചത് എന്നും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ മുന്നോട്ട് കടക്കാൻ കഴിയുകയില്ല. എവിടെ നിന്ന് സമ്പത്തുണ്ടാക്കി? സുഹൃത്തേ, ജ്യേഷ്ഠൻ ചോദിക്കുമ്പോ അതൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതി. വാപ്പ ചോദിക്കുക, എവിടുന്നാടാ ഈ പൈസയൊക്കെ? അതൊക്കെ വാപ്പ ഓരോ കാലോ നേരമൊക്കെ ആവുമ്പോ ഇങ്ങനെ വരും. അമ്മോശാക്ക ചോദിക്കുക, എവിടുന്നാ എനിക്ക് ഇത്ര പൈസ? അതൊക്കെ നാട്ടുകൂടി നടന്നാ ഉണ്ടാകാതൊക്കെ. പക്ഷേ റബ്ബിന്റെ അടുക്കൽ ആ ഉത്തരമൊന്നും പറയാൻ കഴിയില്ല. റബ്ബ് പറയും, നീ അനർഹമായി നേടിയെടുത്ത സമ്പത്തായിരുന്നു അത്, അതുകൊണ്ട് അതിന് മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആൾക്കാരെ പറ്റിച്ചിട്ടോ എറിഞ്ഞിട്ടോ കട്ടിട്ടോ. നോക്കൂ, നിങ്ങളൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അയാള് ഓട്ടോറിക്ഷ ഓട്ടുന്ന അയാള് അത് പിന്നെ അടവിനെടുത്ത വണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ മറന്നുവെച്ച 60 പവന്റെ സ്വർണ്ണാഭരണം അയാൾ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചേൽപ്പിച്ചു, ഉടമക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, എന്താണ് ആ ഭയം? അത് ദൈവ ഭയമാണ്. എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന ചോദ്യവും അതുപോലെ തന്നെ. ആ സമ്പാദിച്ചതേ നമുക്ക് അനുഭവിക്കാൻ കിട്ടുകയുള്ളൂ. സമ്പത്ത് അനുഭവിക്കണമല്ലോ. അനുഭവിക്കണമെങ്കിൽ നമുക്ക് അർഹമായതേ ഇവിടെ അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇനി കുറെ ഉണ്ട് എന്ന് വിചാരിക്കുക. റസൂലുള്ളയോട് സഹാബത്ത് ചോദിച്ചില്ലേ, നബി തങ്ങൾ ചോദിച്ചില്ലേ സഹാബത്തിനോട്, നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഒരു പറഞ്ഞു, അവിടെ ഒരു തോട്ടം, ഇവിടെ ഒരു തോട്ടം, ഇവിടെ കുറച്ചൊക്കെ ഉണ്ട്. റസൂലുള്ളയോട് തിരിച്ചു ചോദിച്ചു. നബി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കുള്ളത് ഇപ്പൊ തിന്ന ഭക്ഷണം ഈ ഉടുത്ത മുണ്ടും. നബി, നിങ്ങൾക്ക് അതുള്ളൂ? എനിക്ക് അതന്നെ ഉള്ളൂ. അപ്പൊ മറ്റോലും കണക്കൂട്ടി, അപ്പന്നാ ഞങ്ങൾക്കൊക്കെ അതന്നെ ഉള്ളൂ. ആണ് സഹോദരാ, ജനിക്കുമ്പോൾ 2 കൈയും ചുരുട്ടിപ്പിടിച്ചാണ് ജനിക്കുന്നത്. മരിക്കുമ്പോ 2 കൈയും നിവർത്തി വെച്ചിട്ടാണ് നമ്മളുടെ ഇത് പോകുന്നത്. 2 കൈയും നിവർത്തി വെച്ചുകൊണ്ടൊരു മനുഷ്യൻ മരിക്കുമ്പോ പിന്നെന്താ സുഹൃത്തെ? മരിക്കുന്ന സമയത്ത് മരണം കഴിഞ്ഞ് മയ്യത്ത് റൂമിൽ നിന്ന് എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി എല്ലാം മറവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കൂട്ടുകാരന്റെ റൂമിലൊന്ന് വന്നു നോക്കി. അവന് ഇഷ്ടപ്പെട്ട മൊബൈല് കൊണ്ടുപോയിട്ടില്ല. അവന് ബുദ്ധിമുട്ടുണ്ടാക്കിയ പയറ്റ് കഴിച്ചുള്ള 10,000 ഉറുപ്പ്യ അതും കൊണ്ടുപോയിട്ടില്ല. എന്തായാലും ഇവനതൊന്നും കൊണ്ടാകായിരുന്നു, ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെന്തേ കൊണ്ടുപോയതുള്ളൂ? ആ സമ്പത്താണ് അനിവാര്യമായുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ ലോകത്തുള്ള സമ്പന്നതയൊക്കെ നമുക്ക് കാണാനും അതുപോലെ ആസ്വദിക്കാനും നമ്മളുടെ വീടുകളിലൊക്കെയുള്ള അലങ്കാര വസ്തുക്കളെ പോലെയാണ്. ഒരു കല്യാണ വീട്ടിലൊക്കെ കാണാൻ പലപ്പോഴും വമ്പിച്ച ദൂർത്തടിച്ചിട്ട് അലങ്കാര ബൾബുകളും അതുപോലെ തന്നെ വേണ്ടാത്ത ഒരുപാട് സാധനങ്ങളെ കൊണ്ട് നമുക്ക് പൈസ പടച്ചോനെ എന്തിനേജ് തന്ന് ഞാൻ വാരിക്കോരി കളിയാണ് എന്ന് പടച്ചോനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. ആ അലങ്കാര ബൾബുകളൊക്കെ 1 മണിക്കൂർ നേരം ഉണ്ടാകുക, 2 മണിക്കൂർ നേരം. സുഹൃത്തെ, അതുപോലെയുള്ളൂ അൽമാലു വൽ മനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഈ ലോകത്തേക്കുള്ള നിങ്ങൾക്കുള്ള അലങ്കാര വസ്തുക്കളാണ്. പിന്നീട് എന്താണ് അവശേഷിക്കുന്നത്? ബാഖിയാത്തുസ് സാലിഹാത്ത്, അവശേഷിക്കുന്നവ സൽക്കർമ്മങ്ങളാകുന്നു. ഖൈറുൻ ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത്. സവാബൻ വ ഖൈറൻ അമലാ,
അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായതും അതുപോലെ തന്നെ പ്രതിഫലം കൊണ്ട് ശ്രേഷ്ഠമായതും ആഗ്രഹം കൊണ്ട് ഏറ്റവും ഗുണകരമായതും അതാകുന്നു. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുക. നമ്മളുടെ സമ്പത്തും സന്താനങ്ങളൊക്കെ കാണാൻ ഒരു അലങ്കാരങ്ങളെ പോലെയാണ്. അലങ്കാര വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു താൽക്കാലികമായ കാഴ്ചക്ക് വേണ്ടിയുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലേ? ആൾക്കാർക്കും തന്നെ കാണാൻ തിരക്കടില്ല, അല്ലേ? വലിയ സമ്പത്തുള്ള നമ്മളെയൊക്കെ ജീവിതം പുറത്തുമുള്ളവനെ കാണുവാൻ എന്തോ ഒരു ഉഷാറായിക്കാരെന്നറിയങ്ങൾ. ഓ, എന്താവോ എന്റെ സുഖം എന്നറിയോ? അങ്ങനെ പോണ ആശുപത്രിക്ക് പോയേക്കാർ ഹാർട്ട് ഓപ്പറേഷൻ, അല്ലേ? അല്ലേ? കുടുംബ ജീവിതം, കുടുംബം ഒന്നിച്ച് ജീവിക്കുന്നതും ആ സന്തോഷമൊക്കെ ഇങ്ങനെ കാണുമ്പോ പുറമുള്ളവന് നല്ല സുഖമായിരിക്കും. പക്ഷേ ഭാര്യനെയും കൊണ്ട് കാറിൽ പോണത് ചിലപ്പോ കുടുംബ തർക്കം നിൽക്കാൻ വക്കീലിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ ഒരു അലങ്കാരമേ ഉള്ളൂ. പിന്നീട് നമുക്ക് അവശേഷിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്ത ഉപകാരങ്ങൾ. നമ്മൾക്ക് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് നല്ല വിനിയോഗം നടത്തിയവർ, പാവപ്പെട്ടവർക്ക് കൊടുത്തവർ, അനാഥാലയത്തിന് നൽകിയവർ, പള്ളിക്ക് വേണ്ടി നൽകിയവർ, ഓപ്പറേഷന് വേണ്ടി നൽകിയവർ, കുടുംബക്കാർക്ക് സഹായത്തിന് വേണ്ടി കൊടുത്തവർ, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതീക്ഷിതമായ നന്മ. ജീവിതത്തിൽ സമ്പത്തിന്റെ ആ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെതാണ് സമ്പത്ത്. സാമ്പത്തിക മാന്യം എന്നൊക്കെ പറയല്ലോ, അല്ലേ? ഒരു ഭിക്ഷക്കാരൻ പുരയിൽ വന്നിട്ട് ഒരു ഉറുപ്പ്യ ചോദിച്ചാൽ നമ്മൾ പറയും ഇത് ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നാണ്. ഓനൊന്നും തിരിയില്ലല്ലോ. ഏതെങ്കിലും ഒരു പള്ളിക്ക് സ്ഥലമെടുത്തിട്ടുണ്ട്, അതിന് ഒരു ടൗണിൽ നിസ്കരിക്കാൻ വേണം എന്ന് പറയുമ്പോ നമ്മൾ പറയും ഇപ്പോ ഡള്ളാണ്. പിന്നെ ഒരുത്തം പേര് എത്തിങ്ങാണ്ടാളോ, ഓനോട് ഡിമ്മ എന്നൊക്കെ പറയും. വേറൊരാള് പറയും കുറ്റിയാടി അങ്ങാടിയിൽ ഒരു 10 ലക്ഷം സെന്റിനുള്ള സ്ഥലമുണ്ട് വിൽക്കാൻ, എനിക്ക് വേണമെന്ന്. എന്നായിക്കോട്ടെ, ഒരു 10 സെന്റ് കച്ചവടാക്കിക്കോണം. ഈ ഡള്ളും ഡിമ്മുമൊക്കെ നാം ഒരു വാക്കുകൊണ്ട്, നമ്മളുടെ നാവ് കൊണ്ടൊരു ഭാഗത്ത് ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ അല്ലാഹുവിനെ മറക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പൊ അല്ലാഹു എന്നറിയോ, നമ്മൾ അല്ലാഹ് തന്ന സമ്പത്താന്ന് ഞാനും കൂടെ ഒക്കെ മറന്നപ്പോ പടച്ചോൻ നമുക്ക് ടൈറ്റ് തന്നു. എന്തേ? പണം പടച്ചവന്റേതാകുന്നതിന് പകരം പണമുള്ളവൻ പടച്ചതമ്പുരാനെ പോലെയാകാൻ നോക്കി. നാട്ടിൽ ലക്ഷങ്ങളുള്ളവൻ ലക്ഷപ്രഭുവായി, കോടിയുള്ളവൻ കോടീശ്വരനായി. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അങ്ങനെ നിങ്ങളാകേണ്ടതില്ല. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, തീർച്ചയായും മനുഷ്യൻ അതിർലംഘനം നടത്തിയിരിക്കുന്നു. എന്താണ് അവന്റെ അതിർലംഘനത്തിന്റെ കാരണം? അവൻ അവനെ തന്നെയും സമ്പന്നനായി കണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് തോന്നാൻ പാടില്ല. സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്കെല്ലാം ആയി, ഞാൻ ആരോടും മിണ്ടേണ്ടതില്ല, ഞാൻ ആരോടും സലാം പറയേണ്ടതില്ല, ഞാൻ എൻ്റെ കുടുംബക്കാർക്കൊന്നും സലാം കൊടുക്കേണ്ടതില്ല, അങ്ങനെ ആരോടും താന്നുകൊന്നും സംസാരിക്കേണ്ടതില്ല. പിന്നെ ഞാൻ തിന്നുക ഉറങ്ങുക. മരിച്ചോടത്തൊക്കെ പോയാൽ മരിച്ചോടത്ത് കാണാം, പിന്നെ മയ്യത്ത് നിസ്കരിച്ച പള്ളിന്റെ ആ സൊഫിലും കാണാം. പിന്നെ നമ്മളെ കാണൂല. പിന്നെ നമ്മളെങ്ങോട്ടെങ്കിലും ഒക്കെ മയ്യത്തിന്റെ ഒപ്പം ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ അവിടെ ഒന്ന് മറവ് ചെയ്യാൻ, അതൊക്കെ എനിക്ക് പറഞ്ഞാലല്ലോ. അതൊക്കെ പാവപ്പെട്ട കൂലിപ്പണി എടുത്തുകൊണ്ട് കിടക്കുന്ന തൊഴിലാളികൾ ഏറ്റിക്കൊണ്ടോണ്ടല്ലേ. നമ്മളെ മയ്യത്തോ അത് ഓൻ തന്നെ ഏറ്റണം, നമ്മൾ തന്നെ ഏറ്റേണ്ടി ഒരു സുഹൃത്തുക്കളെ. അതുകൊണ്ട് സമ്പത്തായി എന്ന് വിചാരിച്ച് ഒരിക്കലും സമ്പത്ത് കൊണ്ട് മാത്രം ജീവിക്കാമെന്നോ, സമ്പത്തുണ്ടാകുമ്പോൾ ദീൻ കുറഞ്ഞു പോകുന്ന ഒരു ഫാഷൻ സംസ്കാരം മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിക്കലൊക്കെ നിസ്കരിച്ചാൽ ജമായത്തിനൊക്കെ എത്തണ്ടാരാ, അത് സിമെന്റ് ഏറ്റണം, അരി ഏറ്റണം, ചായപ്പൊടിയക്കാരൻ, കടലക്കച്ചവടക്കാരൻ, അല്ലേ? അല്ലാഹുവിന്റെ ആരാധനാലയത്തിൽ ളുഹറിന് ബാങ്ക് കൊടുക്കുമ്പോൾ, ജുമുഅക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ സഫിൽ അല്ലാഹുവിന്റെ ഐശ്വര്യം ലഭിച്ച അനുഗ്രഹം നൽകപ്പെട്ടവരൊക്കെ ഒന്നാം സഫിലിരിക്കുമ്പോൾ പിറകിൽ പാവപ്പെട്ടവൻ വന്നിരിക്കുമ്പോൾ തോന്നുന്നു അതാ അല്ലാഹുവിന്റെ ഐശ്വര്യം ലഭിച്ചവരൊക്കെ മുൻപന്തിയിൽ ഇരിക്കുന്നു. ദീൻ വലുതാണ്, ദീൻ പ്രധാനപ്പെട്ടതാണ്, മതം വലുതാണ്, മതത്തിന്റെ കാര്യം പ്രധാനം തന്നെയാണ്. പക്ഷേയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹുടെ കാലത്ത് ആളുകൾ ആക്ഷേപിച്ചില്ലേ നബിതങ്ങളെ, നിങ്ങളൊപ്പം ആരാള്, കുറെ പാവപ്പെട്ട മനുഷ്യന്മാരല്ലേ? അതുപോലെയല്ലല്ലോ കുറ്റിയാടി. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ സമ്പന്നത ലഭിച്ച നാട്. ആ സമ്പത്ത് കൊണ്ട് നമ്മൾ വിനിയോഗം നടത്തുമ്പോൾ ഒരിക്കലും സോദരാ ഉള്ളത് മതിയായി എന്നോ ഉള്ളത് കൊണ്ട് മതിയെന്നോ തോന്നാൻ പാടില്ല. അല്ലാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കണം,
കൂടുതൽ കിട്ടണ കുട്ടിയാണ് അല്ലേ? ഒരു ടീച്ചറേയും മാഷയും കുട്ടി സ്കൂളിൽ തോറ്റാൽ നിങ്ങളും ഞാനും പറയില്ല, എടാ ടീച്ചറേയും മാഷയും കുട്ടി ഇജ്ജൊക്കെ തോറ്റാൽ പിന്നെ ആരാവിടെ ജയിക്കുക? അള്ളാഹു അനുഗ്രഹം തന്നവർ കൃത്യമായി ആരാധന നിർവഹിക്കുകയും കൃത്യമായി ആളുകളോട് സംസാരിക്കുകയും കാണുമ്പോൾ പുഞ്ചിരിക്കുകയും കാണുമ്പോൾ സലാം പറയുകയും എല്ലാവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയും കൂട്ടത്തിൽ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ റസൂലുള്ള പറഞ്ഞു, എന്നെ നിങ്ങൾ സ്വർഗത്തിൽ തരയേണ്ടത് പാവപ്പെട്ടവരുടെ കൂടെയാണ് ഞാൻ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സമ്പത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ സമ്പത്ത് അല്ലാഹ് തന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. സമ്പത്ത് വേണ്ട എന്ന് ദീൻ പറഞ്ഞില്ല, സമ്പത്ത് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞില്ല. നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ ഇരുന്നു കൊള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യമൊക്കെ പറയുമ്പോൾ നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി ബദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നിങ്ങൾ ധൃതിയിൽ പള്ളിക്കെത്തണമെന്നാണ്. എന്നിട്ട് ഖുർആൻ ഓതിക്കൊണ്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ജമാഅത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചുകൊള്ളൂ. നമ്മളുടെ വിഭവ സമാഹരണത്തിന് വേണ്ടി പടച്ചോ നമ്മളെ ഭൂമിക്ക് അയച്ചതാ. നമ്മൾ നേരെ ഓപ്പോസിറ്റാ. 12:30 തുടങ്ങുന്ന ജുമാക്ക് ഒരടിക്കാ ചെല്ലുക. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ചോരുമചാരി ഇരിക്കണാണ്. എന്തേ പോണില്ലേ? ഇല്ല, ചോറായിട്ടുണ്ടാവില്ല. അങ്ങനെയല്ല അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടതിന്റെ തൊട്ട് മുമ്പ് തന്നെ നമുക്ക് വെള്ളിയാഴ്ച കച്ചവടം ഹറാമാണ്. ജുമാന്റെ സമയമായ ഞമ്മക്ക് ബാക്കിയുള്ള എല്ലാ വ്യാപാരവും ഹറാമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? 3 പള്ളിക്കെത്തി ജുമാന്റെ നേരം കുറിച്ചക്കും നമ്മളെ ചുമരും. ഞാൻ പീഡിയക്കാരല്ല കേട്ടോ പറയുന്നത്, വളവുള്ളോലിയാ പറയുന്നത്. എന്നിട്ട് ഒരുത്തനോട് പറയും, അവിടെ 12:45 തുടങ്ങും, ഇജ്ജ് അവിടെ പോയിക്കോ, വേഗം പോയിക്കോ, നിസ്കാരത്തിന്റെ ഇടക്കന്നെ പോരാൻ പറ്റുമോ നോക്ക്. എന്നിട്ട് ഒരുത്തനാണ്ട് പറഞ്ഞ, എന്നിട്ട് ഓൻ വന്ന റിലേന്റെ കോലേറ്റ് പീഡിയന്റെ മുതലാളിയായ നമ്മൾ അടുത്ത പള്ളിക്കൊക്കെ പോയി. ഇതല്ല ജുമാ. അല്ലാഹു തരുന്ന അതിനെക്കുറിച്ച് സത്യവിശ്വാസികളോട് ആയത്ത് അവതരിക്കപ്പെട്ടു. ഈ ആയത്ത് അവതരിക്കപ്പെട്ട എല്ലാവരും ജുമാക്ക് ഹാജരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും ഒരു കച്ചവട സംഘം വന്നു എന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി. അവര് ജുമാ പഠിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങി ഓടി അവസാനം റസൂലുള്ള സഹാബത്തിനോട് ചോദിച്ചു, ഇനി എത്ര ആളുണ്ട്? ഖുർആൻ പറഞ്ഞു, വതറകൂക ഖായിമാ, നിന്നെ അവർ പള്ളിയിൽ ഇതാ നിർത്തിക്കൊണ്ടവർ നിന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. വതറകൂക ഖായിമ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, അല്ലാഹു ഏറ്റവും കൂടുതൽ റിസ്ക് കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത കച്ചവടത്തേക്കാൾ എത്രയോ നല്ല കച്ചവടമാണ് ജുമാ എന്ന കച്ചവടം എന്നവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. റസൂലുള്ളാഹി സഹാബത്തിനെ പഠിപ്പിച്ചു, അത് നമ്മളെയും പഠിപ്പിച്ചു, നമ്മളും അത് പാലിക്കണം. സമ്പത്തൊരു നിലനിൽപ്പ് തന്നെയാണ്. കച്ചവടം ചെയ്യേണ്ടവ കച്ചവടം ചെയ്യണം. അതുപോലെ കൃഷിപ്പണി ചെയ്യേണ്ടവൻ കൃഷിപ്പണി ചെയ്യണം, ജോലി ചെയ്യേണ്ടവൻ ജോലി ചെയ്യണം. ഒരു ജോലിക്കും പോകാതെ പടച്ചോൻ ചോറ് തരുന്ന് പറഞ്ഞു പുരയിലിരിക്കാൻ നമുക്ക് പാടില്ല. എന്താ നിങ്ങൾ അധ്വാനിക്കാനൊന്നും പോവാത്ത? ചിലരൊക്കെ ഉണ്ട് അങ്ങനെ. കുടുംബനാഥനാവും, 4 മക്കളൊക്കെ ഉണ്ടാവും, ഭാര്യയൊക്കെ ഉണ്ടാവും. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ബെഞ്ചുമ്മ കാലൊക്കെ ഉറപ്പിച്ചിങ്ങനെ ഇരിക്കും. രാഷ്ട്രീയമൊക്കെ പറഞ്ഞു എന്തേ? ഒന്നുമില്ല, അധ്വാനിക്കൊന്നും വേണ്ട, എല്ലാക്കെ പുരയൊക്കെ പടച്ചു എത്തിച്ചു കൊടുക്കുന്ന ആങ്ങളെ കൊടുന്നു കൊടുക്കുക, അവളെ പട്ടിണി എടുക്കണ്ടെന്ന് എഴുതിയിട്ട്. അധ്വാനിക്കൂ, കുടുംബനാഥനാണ്. ഖുർആൻ നമ്മളോട് പറഞ്ഞു, വലാ തുഅ്തു സുഫഹാ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വിഡ്ഢിത്തരത്തിൽ ഏൽപ്പിക്കാൻ പാടില്ല. അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങൾക്ക് നിലനിൽപ്പാക്കി തന്ന സമ്പത്ത് നിങ്ങൾ അവിടെയും ഇവിടെയും കൊണ്ടേയിടരുത്. സമ്പത്ത് എങ്ങനെ ഉണ്ടായത് ആൾക്കാരോട് പറയാൻ മടിയുള്ളോ, ആരും കേൾക്കാത്തോടത്ത് കൊണ്ടേയിടും. അങ്ങനെ ഒരു പ്രത്യേകത. നോട്ടിരട്ടിപ്പ് സംഘം നോക്കൂ നിങ്ങൾ, എത്ര ആളാ പെട്ടുപോയത്. ആള് വരുന്നു, ആള് വന്നിട്ട് പറയുന്ന ഒരു ബക്കറ്റിൽ നിങ്ങൾ ഒരു 500 റുപ്യ ഇട്ടാൽ ഇപ്പുറത്തൊരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസിന്റെ അപ്പുറത്തൊരു പേപ്പറും വെച്ചാൽ ഈ ലായനിയിൽ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഈ പേപ്പർ 500 ഡോട്ടാവുന്ന. അത് കേൾക്കാൻ കുറെ പൊട്ടന്മാരും. ഖുർആൻ പറയുന്നു. എന്നിട്ടോ എന്ത് ചെയ്തു? ഒറിജിനൽ നോട്ട് കൊടുത്തത് ഓൻ വേറെ കൊണ്ടേ ഓൻ കള്ളനോട്ട് വെച്ച് അവസാനം ഒരു കള്ളനോട്ടും കിട്ടി, ഒരു പേപ്പറും കിട്ടി. വലിയ ആദായമായി പോയി അല്ലേ?
ഇത് നടക്കുന്നു നാടുകളിൽ. ഒരു തരങ്ങാടികൾ വെച്ച് പറയുന്നു, ഇപ്പോൾ 1000 രൂപ തന്നാൽ നിങ്ങൾക്ക് ഉച്ചയാകുമ്പോഴേക്ക് 2000 രൂപ തരാം. 2000 കൊടുത്തു, പിന്നെ 4000 കിട്ടി, പിന്നെ 6000 കിട്ടി, പിന്നെ അമ്മോന്റെ അടുത്ത് പോയി 50,000 കടം വാങ്ങിക്കൊടുന്നൊക്കെ കൊടുത്ത് അവൻ മുങ്ങി. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്ന സമ്പത്തൊരിക്കലും വെട്ടിത്തരത്തിൽ കൊണ്ടുപോയി നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. എല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അതിൽ നിന്ന് വ്യാപാരമാണോ പലിശയാണോ എന്നൊക്കെ നോക്കി അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു വിശ്വാസി സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി ഇടാൻ പാടുള്ളൂ. കാരണം ഇഖാമത്താണ്, നിലനിൽപ്പാണ്. സമ്പത്ത് 1 റുപ്യക്ക് വില ഉണ്ടാണോ സഹോദരാ? എന്നാലേ ഉള്ളൂ 1000 റുപ്യക്ക് വില ഉണ്ടാകുക. 1 രൂപയുടെ വില അറിയണം, 1 സെക്കൻഡിന്റെ വില അറിയണം, എന്നാലേ 1 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. 1 മിനിറ്റിന്റെ വില അറിഞ്ഞാലേ 1 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. 1 രൂപയുടെ വില 50 പൈസയുടെ മൂല്യം അറിയണം നമ്മൾ. 4.50 ടിക്കറ്റ് കൊടുത്തിട്ട് 5 റുപ്യ കൊടുത്തിട്ട് കണ്ടക്ടറോട് കാണുമ്പോൾ ചോദിക്കുക, 50 പൈസ തരാനുണ്ട്, ഉണ്ടോ? അത് ചോദിക്കേണ്ട ബാധ്യത വിശ്വാസിക്കുണ്ട്. ഇല്ലെങ്കിൽ അയാൾ തരില്ല. അയാൾ പറയും പിന്നീട് വാങ്ങിക്കോളൂ. ഒരു മാന്യമായ വാക്കാണത്. പക്ഷെ 50 അല്ലേ? അങ്ങനെ എത്ര 50? അങ്ങനെ 50കൾ കൂടി 50 പൈസ കൂടിയിട്ടാണ് നമുക്ക് ഈ രാജ്യത്ത് നമ്മളുടെ കുടുംബത്തിലൊക്കെ സമ്പത്തുള്ളത്. മറക്കാൻ പാടില്ല. വിശ്വാസികളോട് പറഞ്ഞു, നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യവും ചെയ്യാതെ, ഒരു ജോലിക്കും പോകാതെ, ഒരു ജോലിയിലും നിരതരാവാതെ വെറുതെ നമ്മൾ ഇരിക്കാൻ പാടില്ല. കുടുംബങ്ങളിലൊക്കെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശത്തുള്ള ഭർത്താവ് ജോലി ചെയ്യുന്ന സമയം ഭാര്യ ഒരു കത്തിയെടുത്തിട്ട് വിറക് വെട്ടാൻ പോവുകയാണ് സ്വന്തം വളപ്പിൽ നിന്ന്. അയൽക്കാരി ചോദിക്കുന്നു, ഭർത്താവ് ഗൾഫിലല്ലേ, ഇജെന്തിനാ വിറക് വെട്ടാൻ പോണം? ഒന്നുമില്ല, അദ്ദേഹം അവിടെ ആ മണൽപ്പരപ്പിൽ ചൂടേൽക്കുമ്പോ ഞാനൊരു പണിയെടുക്കാതെ വീട്ടിൽ സുഖിച്ചിങ്ങനെ ഇരുന്നാലേ സമ്പത്തിന്റെ തുല്യത ഉണ്ടാവൂല. കുടുംബം പോറ്റണം, അധ്വാനിക്കണം. നീ ഒരു ജോലി കഴിഞ്ഞാൽ മറ്റൊരു ജോലിയിൽ നിരതനാവണം. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, കുറ്റ്യാടിയിലുള്ള സഹോദരന്മാരോട് പറയാണ്, എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് വൈകുന്നേരം 10 രൂപക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ കുട്ടിക്കോ നമ്മുടെ വാപ്പക്കോ. നമ്മുടെ വാപ്പ അധ്വാനിച്ച് കൊണ്ടുവരുന്നുണ്ട്, ഒന്നും നോക്കണ്ട. നമ്മൾ എന്തെങ്കിലും ഒരു ചായപ്പീടിയിൽ ഒരു ഗ്ലാസ് കഴുകുന്ന ജോലിയെങ്കിലും ഏറ്റെടുക്കാതെ പൾസറിന്റെ ബൈക്കമ്മ ആണ്ടുകൊണ്ട് ചെത്തിയോണ്ടാവുന്ന കൂട്ടരെ. 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ ജോലിയൊന്നും ഇല്ലാത്തവരാണ് പലപ്പോഴും തീവ്രവാദത്തിലൊക്കെ എത്തിപ്പെടുന്നത്. കാരണം അനക്ക് പണിയൊന്നുമില്ല, ഒരു പണിയില്ല, എനിക്കൊരു പണിയില്ല, എന്നാ ഓനൊരു പണി കൊടുക്കുവോ? ഓന് പിന്നെ അത് പണിയായി. ഓനും ഓന്റെ കുടുംബത്തിനും പണിയായി, ഓന്റെ നാട്ടുകാർക്കും പണിയായി. അങ്ങനത്തെ എത്ര പണിക്കാരുണ്ട് കൂട്ടരെ നാട്ടിൽ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാപ്പ മക്കളോട് പറയണം, എന്തെങ്കിലും ഒരു തൊഴിൽ, എന്തെങ്കിലും വലിയ തുകയൊന്നും വേണമെന്നില്ല, ഒരു ജോലി വേണം. ഒരു കാര്യത്തിൽ നിന്ന് നിരതനായാൽ അത് തീർന്നാൽ നീ മറ്റൊരു ജോലിയിൽ നിരതനാവണം. എന്നിട്ടോ ജോലിയും ജീവിതവുമായി പടച്ച തമ്പുരാനെ മറന്ന് നമ്മൾ പേനായക്കളെ പോലെ നാവ് തൂക്കിട്ടുകൊണ്ട് ഓടാൻ നമുക്ക് പാടില്ല സുഹൃത്തെ. നമ്മുടെ മക്കളെ നമ്മൾ അറിയണം, നമ്മുടെ അള്ളാഹുവിനെ നമ്മൾ അറിയണം, നമ്മുടെ റസൂലിനെ നമ്മൾ അറിയണം, നമ്മളുടെ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ അറിയണം, നമ്മുടെ ദീനിനെ കുറിച്ച് അറിയണം, നമ്മുടെ പള്ളിയെ കുറിച്ച് നമുക്കറിയണം, നമ്മുടെ മദ്രസനെ കുറിച്ച് അറിയണം, നമ്മുടെ കുട്ടികളെ കുറിച്ച് അറിയണം, നമ്മുടെ കുട്ടികളെ വയസ്സറിയണം, നമ്മുടെ കുട്ടികളെ പേരറിയണം, നമ്മുടെ ഭാര്യനെ അറിയണം, നമ്മുടെ കുടുംബക്കാരെ അറിയണം. അല്ലാതെ 24 മണിക്കൂറും നാവും തൂക്കിയിട്ട് എല്ലാം മറന്ന് പൈസ 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 എന്ന് പറഞ്ഞ് പാഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വഇലാ റബ്ബിക ഫർഗബ്. നീ അധ്വാനത്തിന് വേണ്ടി മുഴുകി നടന്നാൽ പോരാ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നീ പ്രതീക്ഷിക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് കൃത്യമായ ആരാധനകൾ നടക്കണം. ഒരു സഹോദരൻ വിസ മാറ്റിയ സന്തോഷം പറയാൻ ഇന്നലെ വിളിച്ചു. അൽഹംദുലില്ലാഹ്, കൃത്യമായി ജമാഅത്തിന് പോകാൻ ഇന്നലെ മുതൽ സാധിച്ചു എന്നാണ്. എന്നാൽ എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കടയടക്കണം എന്ന് നിർബന്ധമുള്ള രാജ്യത്ത് പോയി തൊഴിലെടുക്കുന്നവൻ കടയടച്ചുകൊണ്ട് റൂമിലേക്ക് കാരം ബോർഡ് കളിക്കാൻ പോകുന്ന മലയാളി സഹോദരങ്ങളുണ്ട്. നമ്മളെ നാട്ടിലുണ്ട് എന്നല്ല, അങ്ങനെയൊന്നും ചെയ്യരുത് സുഹൃത്തുക്കളെ. ഉള്ള അനുഗ്രഹം ഉണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിക്കുക. കുറച്ച് കാലം കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സംഭവിക്കുക എന്നറിയില്ല, എന്താണ് നമ്മുടെ ആരോഗ്യസ്ഥിതി എന്നറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ മുട്ട് വളയോ എന്നറിയില്ല, മുട്ടിന് രോഗം വന്നാൽ മുട്ട് വളയില്ല, നട്ടലിന് ക്ഷതം വന്നാൽ കുമ്പിടാൻ കഴിയില്ല.
വേറെന്തെങ്കിലും കൊടലിറക്കം പോലുള്ള രോഗം വന്നാൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ഇപ്പൊ കഴിയണ ഒരവസ്ഥയാണ്. കിട്ടുന്ന ചാൻസ് ഉപയോഗിക്കല്ലാനെ മറക്കരുത്. അപ്പൊ സമ്പത്തുണ്ടാക്കുക എന്നത് ജീവിക്കാൻ വേണ്ടി നമുക്ക് സമ്പത്തുണ്ടാക്കണം എന്നല്ലാതെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കാൻ പാടില്ല. രണ്ട് ബിസിനസ്സുകാർ അവര് ഒരുമിച്ച് കൂറുകച്ചവടം നടത്തിയതാ, കൂട്ടുകച്ചവടം. അങ്ങനെ രണ്ടുപേരുടെയും തൃശ്ശൂർ ജില്ലയിലാണ് രണ്ടുപേരുടെയും സമ്പത്ത് ആ കച്ചവടം പെട്ടെന്ന് പൊളിഞ്ഞു. പെട്ടെന്ന് പൊളിച്ചപ്പോ ഒരാള് ആശുപത്രിയിലായി, മനസ്സൊക്കെ ആകെ വിഷമായി ടെൻഷനായി ആശുപത്രിയിലായി. മറ്റേ ആൾ ഇയാളെ നോക്കാനും. അപ്പൊ കുറെ ഇങ്ങനെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് മരുന്നൊക്കെ കുടിച്ച് കുറെ കഴിഞ്ഞിട്ട് ഇയാൾ ചോദിച്ചു, അല്ലേ അന്റെ 5 ലക്ഷം പോയി, എന്റെ 5 ലക്ഷം പോയി, എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്ക, ഇങ്ങനെ തിന്നും കുടിച്ചും ഇവിടെ ഇരിക്കുക, അല്ല എന്റെയും പോയിട്ടില്ലേ, ഇന്റെയും പോയിക്കണ്, പിന്നെന്താ എന്റെ പോലുള്ള ബേജാറും വെപ്രോളൊക്കെ അല്ല നമ്മളെ ബിസിനസിന് പറഞ്ഞയച്ചല്ല, അല്ല ഇവിടെ ജീവിക്കാൻ പറഞ്ഞയച്ച. കൂട്ടത്തിലൊരു ബിസിനസ് തുടങ്ങിയതിന് അല്ല പറഞ്ഞു തൽക്കാലപ്പങ്ങൾ ചെയ്യണ്ട അറിഞ്ഞു, പിന്നെ ഇവിടെ കുത്തിർക്കുക. അല്ലാതെ അതിന്റെ ബേജാറായിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഇനിയുള്ള കാലം കൂടി വെറുതെ എന്തിനാ നമ്മൾ വിഷമിക്കണം. അതോടുകൂടി സമാധാനമായി. അതൊരു പാഠമാണ്. അള്ളാഹു വിധിച്ചത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കണം. അള്ളാഹു വിധിച്ചത് എന്താണോ അത് ഖൈറാണെന്ന് വിചാരിക്കുകയും ചെയ്യണം. ടെൻഷനായി വിഷമിച്ചുകൊണ്ട് ഏതെങ്കിലും കിണറ്റിലേക്ക് ചാടാൻ സോദരാ പോകരുത്. ആരെങ്കിലുമൊക്കെ ചിലപ്പോ എന്താ അറിയോ, കൂറുകച്ചവടം നടത്തുന്നവരും ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ പൗതി ലാഭം കിട്ടൽ തുടങ്ങിയാൽ പിന്നെ മറ്റോൻ ഒഴിവാക്കാൻ വേണ്ടി ചെമ്പിന്റെ തകിട് കൊണ്ടേക്കലും ഒഴിവാക്കാൻ വേണ്ടി മൂല്യാരെടുത്ത് പോലും ഒക്കെയാണ്. തൊള്ളൊറന്ന് പറഞ്ഞാൽ മതി എന്റെ ഷെയർ റേറ്റ് ഒഴിവായിക്കോ. തമ്മിൽ അങ്ങനെ നമുക്കൊരു കുഴപ്പമുണ്ട്. ബിസിനസിന്റെ രംഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ലാഭം കിട്ടുന്നത് കണ്ടാൽ പിന്നെ ഓഹരി തന്നവനെ ഒഴിവാക്കാനുള്ള ശ്രമം ഞാനും നിങ്ങളൊക്കെ നടത്തും. അത് ശത്രുതയാകും. അവസാനം തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരെ എത്തും. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അതുകൊണ്ട് സമ്പത്തുണ്ടാക്കുക എന്നത്, നമ്മൾ വിനിമയം ചെയ്യുക എന്നത്, ജോലി ചെയ്യുക എന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ അധ്വാനത്തിന്റെ ഫലമുണ്ടാകണം. സുഹൃത്തെ, അധ്വാനത്തിന്റെ ഫലമില്ലാതെ വിയർപ്പിന്റെ കണമില്ലാത്ത സമ്പത്ത് അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പലപ്പോഴും ഉണ്ടല്ലോ നമുക്ക് അനർഹമായി കിട്ടുന്ന സമ്പത്ത് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് കിട്ടും പെട്ടെന്ന്. മിനിഞ്ഞാന്ന് പാലക്കാടായിരുന്നു യാത്ര. ഒരു കൂട്ടുകാരന്റെ ബൈക്കിന്റെ അദ്ദേഹത്തിന്റെ മകനാണ് എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിട്ടത്. മകനോട് ചോദിച്ചു വിശേഷങ്ങൾ എന്തൊക്കെ. ആ കുട്ടി പറയാ, അവൻ ഏകദേശം 18 വയസ്സ് പ്രായമുള്ളൂ. എന്റെ വാപ്പാക്ക് പടച്ചോൻ ഒരു 10 കൊല്ലത്തിന്റെ ഇടയിൽ എന്റെ വാപ്പാക്ക് പടച്ചോൻ കുറേ കൊടുത്തിക്കണ്. അത് പടച്ചോൻ കൊടുത്തത് എന്റെ വാപ്പ അതിനനുസരിച്ച് നന്ദി കാണിക്കുന്നുണ്ട്. എന്നോട് പറയാ, അവിടെ നിങ്ങൾ കയറി ചെന്നപ്പോ ഒരു കള്ളിത്തിനെടുത്ത മെലിഞ്ഞൊരാളെ കണ്ടില്ലേ, അതെന്റെ ഉമ്മയുടെ കുടുംബത്തിലെ ഒരു അളിയാക്കയാണ്. എങ്ങനെ അദ്ദേഹം അവിടെ എത്തി? അദ്ദേഹം നിലമ്പൂരിൽ ഒരു കാട്ടിലായിരുന്നു, കാട്ടിന്റെ ഓരത്തായിരുന്നു താമസം. എന്റെ വാപ്പ അവിടെ ഒന്ന് കാണാൻ പോയപ്പോ, അളിയാക്ക നിങ്ങൾ ഈ വീട് വിൽക്കി പോരി, ഞങ്ങളെ കൊണ്ടുപോകാം. എന്നിട്ട് ഇയാൾ വിൽക്കാൻ വെച്ച റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടന്ന അയാൾ വിൽക്കാൻ വെച്ച 12 ലക്ഷത്തിന്റെ വീട്ടിലേക്ക് ഈ അളിയാക്കയെയും കുടുംബത്തെയും താമസമാക്കി 3 പെൺമക്കളെയും കല്യാണം കഴിച്ചയച്ചു. 17 വയസ്സായ മോൻ പറയാം, എന്റെ വാപ്പാക്ക് പടച്ചോൻ കൊടുത്തതുകൊണ്ടേ എന്റെ വാപ്പ ഇങ്ങനെ ചെലവാക്കുക, വാപ്പാക്ക് ഇപ്പോഴും പടച്ചോൻ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം വിയർപ്പിന്റേതായ കണങ്ങളുണ്ടതിൽ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൽ ഭക്ഷണം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗജന്യ ഭക്ഷണങ്ങൾ കഴിക്കുകയായിരുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, റിസ്ഖി തഹ്ത ളിൽ റുംഹി, എന്റെ ഭക്ഷണം എന്റെ ഇതായി കുന്തത്തിന്റെ താഴ്ഭാഗത്താണ്. അധ്വാനിക്കാനുള്ള ആയുധത്തിന്റെ താഴെയായിരുന്നു റസൂലുള്ളാഹിയുടെ ഭക്ഷണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ പറയാണ്, പാപ്പ അധ്വാനിച്ച പണം കൊണ്ട് ചിലപ്പോ 2-3 മാസമൊക്കെ നമുക്ക് ജീവിക്കാന്ന് വരും. അങ്ങനെയാകരുത്. നമ്മളുടേതായ അധ്വാനങ്ങൾ ഉണ്ടാകണം. പ്രിയപ്പെട്ട ഉമ്മാ മക്കൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമുക്ക് ലഭിച്ച സമ്പത്ത് കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന ബോധമുണ്ടാകണം. പലപ്പോഴും നമുക്ക് സമ്പത്ത് ഞാനും നിങ്ങളും ചെലവാക്കണത് കാണുമ്പോ നമുക്ക് വെറുതെ കിട്ടിയതാണോ, അയലോക്കത്തെ വേലായുധനോ ഒക്കെ തോന്നിപ്പോ മുമ്പിന് വെറുതെ കിട്ടണാണ്. അങ്ങനെ തോന്നുന്നത് വെറുതെ കിട്ടിയത് കൊണ്ടല്ല. നമ്മൾ ചെലവഴിക്കുന്നതിൽ നിയന്ത്രണമില്ലാതെ പോകുമ്പോൾ ആ സമ്പത്തിന്റെ വിനിയോഗം, ധനവിനിയോഗം ദുർവ്യയം ചെയ്യുമ്പോ പണം വിലവില്ലാത്തവനാണെന്ന് തോന്നിപ്പോകുന്നതാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ച് എല്ലാമായി എന്ന തോന്നൽ ഉണ്ടാകാൻ പാടില്ല. സമ്പത്തെന്ന് പറയുന്നത് കാർമേഘം പോലെയാണ്. ആകാശത്തുള്ള കാർമേഘത്തെ ചൂണ്ടിക്കൊണ്ട് സുഹൃത്തെ കുറ്റ്യാടിയിലേക്ക് പെയ്യാനുള്ള മഴയാണെന്ന് ഒരാളും പറയാറില്ല. കാരണം അതങ്ങോട്ട് പോകും. ഇതുപോലെയാണ് നമ്മളുടെ സമ്പത്ത്.
ആ സമ്പത്തുണ്ടാകുമ്പോൾ അത് വിനിയോഗം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഏതാണത്? അതിൽ ഒരു കാര്യം പറഞ്ഞു, നീ നിന്റെ ഐശ്വര്യത്തെ നീ ഉപയോഗിക്കുക. നിന്റെ ഐശ്വര്യത്തെ ഖബ്ല ഫഖരിക, നിന്റെ ദാരിദ്ര്യത്തിന്റെ മുമ്പ് നിന്റെ ഐശ്വര്യത്തെ നീ ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ നമുക്കുണ്ട്, ഇനി നാളെ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇന്നുണ്ട്, നാളെ ഉണ്ടാവില്ല. ഇന്ന് ജീവിതമുണ്ട്, നാളെ ചിലപ്പോൾ മരണമായിരിക്കും. ഇന്ന് ചിലപ്പോൾ ആരോഗ്യമുണ്ട്, നാളെ നിനക്ക് ചിലപ്പോൾ ആരോഗ്യമുണ്ടായിരിക്കുകയില്ല, രോഗമായിരിക്കും. ഇപ്പോൾ എന്താണോ നിന്റെ കയ്യിലുള്ളത് അത് നീ ഉപയോഗിക്കണം. സമ്പത്തുള്ളത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുക. നാളെ ചിലപ്പോൾ ദാരിദ്ര്യമാണ് വരിക. ആ ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് കുടുംബത്തെ സഹായിക്കാനുള്ളത് സഹായിക്കുക, അല്ലെ? ഇപ്പൊ മിക്കവാറും എല്ലാം നമ്മുടെ ആരാധനാലയത്തിലൊക്കെ ഒരു മാസത്തിൽ ഒരു 50 രൂപ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. വരിസംഖ്യ എന്നാണ് പറയുക. അത് കൂലിപ്പണി എടുക്കണവനൊക്കെ വേഗം 15 റുപ്യ 20 റുപ്യ കൊടുക്കും. അത്യാവശ്യം ഉള്ളവൻ്റെ എപ്പോഴാണ് കണക്ക് തീർക്കലേ? നിങ്ങൾ ചോദിച്ചിട്ടില്ല, നമ്മൾ അങ്ങോട്ടും കൊടുക്കൂല. അവസാനം മരിച്ചിട്ട് മറവ് ചെയ്യണീന്റെ മുമ്പ് മകനോ അല്ലെങ്കിൽ കുടുംബക്കാരോ ചോദിക്കും, വാപ്പാന്റെ എന്തോ ഇവിടെ തരാണ്ടോ, എന്തോ തരാണ്ടോ, 10,000 റുപ്യ തരാണ്ട്. അപ്പോഴാ കൊടുക്കുക. അത് അനന്തര സ്വത്താ കൊടുക്കുക. ഒക്കെ മാസമുള്ള അങ്ങോട്ട് ചോദിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക. നമ്മളോട് ആരും ഒന്നും ചോദിച്ചൂല. കാരണം ചോദിച്ചാൽ ചിലപ്പോ ചോദിച്ചവനെ പുറത്താക്കും. അതുകൊണ്ട് ആരും ഒന്നും ചോദിച്ചൂല. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ വേഗം ഇതിന്റെ കണക്കൊക്കെ വെച്ച് ഓരോ മാസം കൊടുക്കാനുള്ള കണക്ക് കൊടുക്കുക. യതീംഖാനക്കാരൻ വന്നു, പള്ളിക്കാരൻ വന്നു, വീട്ടിലെത്തി. എന്തേ കഴിഞ്ഞൊല്ലത്തെ എത്ര നോക്കണം ആജിക്ക. അതിന്റെ മുമ്പത്തെ കൊല്ലൊക്കെ നിങ്ങൾക്ക് എത്ര റൂം എത്ര 2 റൂമുള്ള ഇപ്പൊ നോക്കി നിങ്ങൾ മേലൊക്കെ എടുത്തു. അപ്പൊ കഴിഞ്ഞൊല്ലത്തെ റിപ്പോർട്ട് ബുക്കിൽ 100 റുപ്യ ഉള്ള ഇക്കൊല്ലം 100 റുപ്യ തരാവൂന്ന് പഠിച്ചോ പറഞ്ഞിക്കണോ? അത് മോനെ 15 കൊല്ലായിട്ട് കൊടുക്കണം 100. അയിമ കൂട്ടണ്ടാന്ന്. അയിമലും കൂട്ടണം. കാരണം നമ്മൾ താഴത്തെ 2 റൂമുള്ളതിനും പുറത്ത് 2 റൂമായി, മേലെ 4 റൂം എടുത്തു. ഇതൊക്കെ അള്ള തന്ന നിഅമത്താ. അള്ള തന്ന നിഅമത്ത് റസീറ്റുക്കിലും ഇങ്ങോട്ട് കാണണം. അത് കൊടുക്കുന്ന കൂട്ടത്തിലും ഇങ്ങോട്ട് ഉണ്ടാകണം. കാരണം സമ്പന്നതയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ സുഹൃത്തേ ഇപ്പോഴും നമ്മൾ ദരിദ്രന്മാരാണ്. എത്ര നമ്മൾ സമ്പത്തുണ്ടായാലുണ്ടല്ലോ അള്ളാന്റെ മുമ്പിൽ നമ്മൾ ദരിദ്രരാണ്. ചോദിക്കണം, അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം, അല്ലാഹുവിനോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹുവിനോട് തഖ്വ ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹുവിനോട് ഈമാൻ ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹുവിനോട് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തേടണം, അല്ലാഹുവിനോട് ധൈര്യമില്ലാത്തവയിൽ നിന്നും രക്ഷ തേടണം, അല്ലാഹുവിനോട് രോഗത്തിൽ നിന്ന് രക്ഷ തേടണം. സുഹൃത്തേ, ഉള്ളത് പണം മാത്രമാണ്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാ, നിങ്ങൾ ദരിദ്രന്മാരാണ്. ഇലല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കലേക്ക്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു സമ്പന്നനും സ്തുതിക്ക് അർഹനുമാകുന്നു. അല്ലാഹുവിലേക്ക് നമ്മൾ എപ്പോഴും ചോദിക്കണം. അല്ലാഹുവിനോട് കൈ ഉയർത്തി ചോദിക്കുകയാണ് എപ്പോഴും. ചോദിക്കണം കേട്ടോ. നമ്മളടുത്ത് പൈസ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഉണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. നമുക്ക് ഹിദായത്ത് വേണം. നമുക്ക് ഉള്ള തഖ്വ പോരാ, വീണ്ടും തഖ്വ വേണം. നമുക്ക് രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിന് ശമനമുണ്ടാകണം. നമുക്കുപ്പയോട് സ്നേഹമുണ്ടാകണം. വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഹിദായത്തിലാകണം. എന്തൊക്കെ ചോദിക്കാനുണ്ട്, കൈയുയർത്തി ചോദിക്കണം. ഉള്ള സമ്പത്ത് കാർമേഘം പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സമ്പത്ത് എന്നത് നമുക്ക് നല്ല ഗുണത്തിനാകണം. അത് ശേഖരിക്കുമ്പോൾ ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ ആദ്യം തന്നെ നോക്കണം. എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പൈസയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് അത് ഹലാലാണോ ഹറാമാണോ എന്ന് ഉസ്താദുമാരോട് ഇങ്ങനെ ചോദിച്ചാൽ ഉസ്താദ് പറയാണ്, അത് മോനെ അത് ഹറാമാണ്, അത് ഹറാമാണ്. എന്നാ നിങ്ങൾ ഇങ്ങോട്ടൊന്നും ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, നിങ്ങൾ ഇങ്ങോട്ടൊന്നിട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ നമുക്ക് ഹലാലാണെന്ന് പറഞ്ഞു തരാൻ പറ്റണ മൗലവിമാരെ തെരഞ്ഞെടുക്കുക. എന്നിട്ട് അവസാനം അയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അയിമ കടിച്ചു തൂങ്ങിയിട്ട് ഇന്ന ആള് ഹലാലാന്ന് പറഞ്ഞിക്കണ് എന്ന് പറയാൻ വേണ്ടി നടക്കും. സുഹൃത്തേ, അത് പാടില്ല. ഒരു പണ്ഡിതന്റെ ഈമാനിനവരെ സംശയിക്കാനിടയായി തീരും നമ്മളുടെ ഒരു ഏർപ്പാട്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് ഹലാലല്ല എന്നതുവാണെങ്കിൽ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ ഇറങ്ങാൻ പാടില്ല. അതിലേക്ക് ഇറങ്ങാത്തോണ്ട് പടച്ചോ എനിക്ക് വേറൊരു ഏർപ്പാട് തരും എന്ന് നമ്മൾ ബോധ്യപ്പെടണം. നമുക്കത് ഈമാൻ ഉണ്ടാകണം. ഖുർആനിന്റെ പ്രഖ്യാപനം അങ്ങനെയാണ്. വിശ്വാസികളെ, ഈ സമ്പന്നതയുടെ ആധിക്യമുണ്ടല്ലോ, അത് വേറൊരാൾക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് പടച്ചോ ഹൈറ് തന്നാണ്ടല്ലോ, ആ ഹൈറ് കൊണ്ട് വേറുള്ളവന് ഗുണമുണ്ടാകാൻ പാടും.
പടച്ചോനെ ഈ ഓൽക്കൊക്കെയാണല്ലോ കൊടുത്ത് അതിനാലവിടെ എന്തോ ഒരു കഷ്ടപ്പാടായിപ്പോയി വേറൊരാള് നമ്മളെ കൊണ്ട് ആക്ഷേപം പറയാൻ പാടില്ല. ഖുർആൻ പറഞ്ഞു കേട്ടെ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയംബദന്ന ഫിൽ ഹുതമാ. ഇടിച്ചു താഴ്ത്തുകയും ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നവർക്കാണ് നാശം. നമുക്ക് സമ്പത്തുണ്ടായി സമ്പത്തില്ലാത്ത ഒരുത്തനെ കണ്ട നമ്മളെ സലാമ് വരെ മാറിപ്പോകൂല്ലേ സുഹൃത്തെ? നമ്മളെ സലാമിന് വരെ മാറ്റം വരും. എങ്ങനെയാണ് സലാമിന് മാറ്റം വരിക? നമ്മൾ ചോദിക്കും, പറയുമ്പോ എന്നാ പറയാ, മറ്റോ പറയും വഅലൈക്കും സലാം. നിങ്ങൾക്ക് മുതലുണ്ടായി എനിക്കില്ലാതെ പോയില്ലേ, അതാപ്പാ പറഞ്ഞ, അല്ലാതെ സലാമൊന്നുമല്ല പറഞ്ഞു. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ സലാം പറയുമ്പോൾ കൈ കൊടുക്കണം, നിങ്ങളുടെ ഹൃദയത്തിലുള്ള പക പോകും. മോശല്ലേ സിമന്റ് ഏറ്റിരുന്നവന് സലാം കൊടുക്കുക, തേങ്ങടുന്നവന് സലാം കൊടുക്കണം സുഹൃത്തെ. മറ്റോ പറയാം, എന്റെ കൈജിമ്മ മണ്ണുണ്ട്, നിങ്ങൾ എടാ മണ്ണെന്ന് തുടങ്ങിയതാ, അത് മണ്ണുക്കാഞ്ഞി മടങ്ങണം, ഇനി എന്റെ കൈജിമ്മന്ന് രണ്ടുള്ളി മണ്ണായി നിരത്തിയിട്ട് അതിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണ്. എന്തോ ഒരു സന്തോഷമായിരിക്കും എന്നറിയാം പാവപ്പെട്ടൊരു മനുഷ്യന്. സന്തോഷമല്ലേ സുഹൃത്തെ? കണ്ടറിയണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്താനും ആക്ഷേപിക്കുവാനും അവൻ കുറഞ്ഞവനാണെന്ന് തോന്നാനും കാരണം നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. സമ്പത്ത് ഇങ്ങനെ എണ്ണുമ്പോ ഇങ്ങനെ തോന്നുകയാണ്. ആരായില്ല ആ തൊടുകൂടി നടക്കണേ? അല്ല, അതിലൊരാള് പോയതാ. എന്തിനാ ഓന്റെ തൊടുക്ക് വന്നിക്കണേ? ഓനൊന്നുമില്ല, ഓന്റെ വഴി അതിലാണ്, ഓനൊന്നും പൊയ്ക്കോട്ടെ അല്ലേ. പൊരന്റെ മുമ്പ് കൂടി പോകാൻ വരെ എന്ന് പാടില്ല. മുമ്പ് കാലത്തൊക്കെ താഴ്ന്ന ജാതിക്കാരന് വീടിന്റെ മുമ്പ് കൂടി പോണെങ്കിൽ അവൻ കുമ്പിട്ട് അവിടുന്ന് എന്നൊക്കെ ഒച്ചട്ടിട്ട് വേണം. ഇന്ന് ഒച്ചയൊന്നും ഇടണ്ട, കാരണം എല്ലാവരും സ്വബോധം ഉണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മളെന്താ അറിയോ ചോദിക്കും, ഇജെന്താ വിറകും കെട്ടിയിട്ടാ പോണേ? അതെന്താ? അതൊന്നുമില്ല, നിങ്ങളെ വരയിൽ ഗ്യാസ് ഉണ്ട്, എന്റെ വരയിൽ വിറകേ ഉള്ള, അത് കെട്ടുവിട്ടുകൂടാ. എന്നാലും ഇജ് 3 കെട്ടിയിട്ടല്ലേ കൊണ്ടായത്? 3 കെട്ടിയിട്ടില്ല വിറക് എന്ന് പറഞ്ഞ മോശമാണ്, 3 കെട്ടുള്ളത് മൈജത്താന്നാ. അജാതി പേടിയുള്ളവനൊക്കെ പെര വിറ്റ് പോകല്ലാതെ കൂട്ടരെ. ഈ ജാതി ആക്ഷേപങ്ങളും ഇടിച്ചു താഴ്ത്തലുകളും എത്ര കാലമാണ് നമ്മൾ ഉണ്ടാവുന്നു എന്നല്ല സുഹൃത്തെ, മാനിക്കണം, ആദരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദമായി പഠിപ്പിച്ചു. നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്നാ. അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ ഒരിക്കൽ കടുകും മണിയോളം അഹങ്കാര ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാനും നിങ്ങൾ സ്വർഗത്ത് കടക്കൂല എന്നാണ്. എന്താണ് അഹങ്കാരമെന്ന് ചോദിച്ചു ജനങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സത്യത്തോട് പിന്തിരിഞ്ഞു നിൽക്കലും ജനങ്ങളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കലുമാണ് അഹങ്കാരമെന്ന് പറയുന്നത്. നമ്മൾ ഈ ഉണ്ടാകാൻ പാടില്ല. ഒരു കല്യാണ പന്തലിലൊക്കെ ചെന്നാൽ നമ്മൾ പാവപ്പെട്ടവരെ പ്രത്യേകം നോക്കുക. ഓരങ്ങൾ ആദ്യങ്ങളെ സലാം അങ്ങോട്ടെത്തണം. ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ടാവും, സെന്റിന്റെ വാസനയൊന്നും ഉണ്ടാവില്ല, ഒക്കെ വിയർപ്പേ ഉണ്ടാവുള്ളൂ. വെള്ളം മുക്കിയിട്ടും കസേര പിടിച്ചിട്ടിട്ടും ചെമ്പെടുത്തിട്ടൊക്കെ അവിടെ ചെല്ലുക, അസ്സലാമു അലൈക്കും, എന്തേ എന്നൊക്കെ ഒന്ന് ചോദിക്കാം. കാരണം നാളെ കൂലി കിട്ടാനാണ്. നമുക്ക് സമ്പത്ത് തന്നവനാണ് നമ്മളോട് അല്ലാഹുവിന്റെ ഖുർആനാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. സുഹൃത്തെ, നമ്മളുടെ ജീവിതത്തിൽ അതിനോടുള്ള സ്നേഹം, സമ്പത്തിനോട്, നമ്മുടെ കുട്ടികളോട് നമ്മൾ സ്നേഹിക്കണം, അള്ളാനെ സ്നേഹിക്കണം. ഏറ്റവും കൂടുതൽ നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടുള്ള സ്നേഹം. അത് മറന്നിട്ടൊരു കാര്യം നമുക്ക് വേണ്ടട്ടോ. ഏത് നേരം ഓർത്തോളൂ, കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ അള്ളാനെ മറന്നിട്ടുള്ളൊരു ജീവിതം നമുക്കില്ല. അടുത്തിടെ യാത്ര പോകുമ്പോൾ ബാക്കിലിരിക്കുന്ന ഒരു സഹോദരൻ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരനെ വിദേശത്തേക്ക് പോകുന്നവന് ഉപദേശം കൊടുക്കുക. നോക്കുമ്പോൾ പക്വതയാർന്ന ഒരു 22 വയസ്സുകാരൻ, അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുക, ഈ ദുബായിക്ക് പോകുക അല്ലേ? ഞാനൊന്ന് പോയി പോന്നതാ ദുബായില്. ആയിക്കോട്ടെ, എന്നാ പോണ? അടുത്ത ആഴ്ച. ബാഗിൽ കത്രിക ഇടാൻ പാടില്ല, ബ്ലേഡ് ഇടാൻ പാടില്ല, പാസ്പോർട്ട് എടുത്തോണ്ടു, ടിക്കറ്റിന്റെ കോപ്പി കയ്യിൽ വെച്ചോണ്ടു, എമിഗ്രേഷന്റെ ഫോം പൂരിപ്പിക്കണ്ട, ഒരു പെണ്ണ് കയ്യിൽ വെച്ചോണ്ട്, എനിക്ക് എഴുതാൻ കഴിയൂലേലും വേറൊരാളെടുത്ത് കൊടുത്താൽ എഴുതി തരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ. എന്നിട്ട് വിമാനത്തിൽ കയറുമ്പോഴുള്ള നിയമം വകുപ്പും ഒക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം ഒരു വാക്ക് പറഞ്ഞിട, മോനെ ദുബായി ചെന്നാല് അള്ളാന്റെ പള്ളി ഇങ്ങനെ ഉയർന്ന് കാണും, അവിടെ പോയി നിസ്കരിക്കുക. അത് കഴിഞ്ഞാൽ റൂമിൽ വരിക, രാവിലെ ഓഫീസിൽ പോവുക, ജോലിക്ക്. വേറെ ഒരു വേണ്ടാത്തരത്തിലും പെട്ടുപോയാൽ മോനെ ദുബായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ജീവിതം നഷ്ടപ്പെട്ടു.
ഉപദേശിക്കുന്ന ഉപദേശകന്റെ പ്രായം 22 വയസ്സിന്റെ മുകളിൽ ഉണ്ടാവില്ല സുഹൃത്തെ. എന്തേ? സമ്പത്ത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ സമ്പന്നതയുടെ കൂട്ടത്തിൽ ഈമാനിന്റെ സമ്പന്നത ഉണ്ടായാലേ ജീവിതം കുരുപ്പിടിപ്പിക്കപ്പെടുകയുള്ളൂ. ജീവിതത്തിന് നല്ല ഒരു സമ്പത്ത് ഉണ്ടാണെങ്കിൽ അത് വേണം. നമുക്ക് സമ്പത്തിനോട് ഇഷ്ടം ഉണ്ടാകാം അല്ലേ? നമ്മളെ പോക്കറ്റിൽ ഒരു 500 ഉറുപ്പ്യ ഇട്ടാലേ നമ്മൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കുറച്ചേരം നിന്ന് ഇങ്ങനെ പിന്നെ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു, പിന്നെ ഒന്നും കൂടി പിടിച്ചു. അപ്പോ പോക്കറ്റടിക്കാരൻ വിചാരിക്കണ ഞാൻ ഇവിടെ നിന്നുകൊണ്ടാവും പൊത്തിപ്പിടിച്ചാന്ന്. ആദ്യത്തിൽ അത് തന്നെയാണ് പിടി, പിന്നെ വേദനയുടെ പിടിയാണ്. പിന്നെങ്ങനെ വേദനയാ, ഹൃദയത്തിന് വേദന വന്നതാ, ഹൃദയ വേദന. ആ വേദന കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോകുന്നു. സുഹൃത്തെ, അവിടെ സ്വഭാവം മാറുന്നു. വീട് കൂടാനിറങ്ങി വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടവരൊക്കെ രാവിലെ 9 മണിക്കെത്തിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു മയ്യത്ത് നമസ്കാരം രാവിലെ 10 മണിക്ക്. വീട് കൂടുന്നതിന്റെ തലേ ദിവസം വീട്ടിലേക്കുള്ള സൗകര്യമൊരുക്കുമ്പോൾ നിലത്തുകൂടെ പോയ ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്കേറ്റ് കുടുംബനാഥൻ മരിച്ചു. അവിടെ എഴുതി വെച്ചു വീട് വീടുന്ന കുടുംബനാഥന്റെ യാത്ര, ആ മരണം മയ്യത്ത് രാവിലെ 10 മണിക്കാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ആലയങ്ങൾ മരണാലയങ്ങളായി മാറുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു, മനുഷ്യൻ ഏറ്റവും നന്ദി കെട്ടവനാണ്. മനുഷ്യരായ നമ്മളുടെ സൃഷ്ടാവിനോട് നന്ദി കെട്ടവനാണ്. നമ്മളെ വാപ്പനോടും ഉമ്മനോടും നമ്മൾ നന്ദി കെട്ടവരായി. ഏറ്റവും കൂടുതൽ എനിക്കും ദേഷ്യാരോടാ? എന്റെ വാപ്പനോടും ഉമ്മനോടും അല്ലേ? കാരണം എന്താ? ഓരാ ഇതൊക്കെ ചെയ്തെന്ന് ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ചെയ്തു തന്നവനോടാ ദേഷ്യം അല്ലേ? പിന്നെ ആരോടാ ദേഷ്യം? എളാപ്പാനോട്, ഒന്നുമില്ലാത്ത കാലത്ത് പോറ്റി വളർത്തി. പിന്നെ ആരോടാ ദേഷ്യം? മൂത്താപ്പനോട്. അതെന്തേ? പാപ്പ ചെറുപ്പത്തിൽ മരിച്ചപ്പോ നോക്കി വളർത്തിയത് മൂത്താപ്പയായിരുന്നു. പിന്നീട് മൂത്താപ്പയാണ് കല്യാണം കഴിച്ചെന്ന്, മൂത്താപ്പയാണ് ജോലി വാങ്ങിത്തന്നത്. ഒക്കെ ഓർത്തുകൊണ്ട് അനാഥനായി വളർന്ന ഒരു സഹോദരൻ ഇതൊക്കെ മറന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിക്കും. ഖുർആൻ പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിക്കുന്നവനാണ്. അതിന് നിങ്ങൾ പത്രം തിരയേണ്ടതില്ല, നിങ്ങൾ എവിടെയും പോകേണ്ടതില്ല, നിങ്ങൾ ചാനലുകൾ കാണേണ്ടതില്ല. ഇന്നഹു അലാ ദാലിക ലശഹീദ്. അതിനവൻ തന്നെയും സാക്ഷിയാണ്. സമ്പത്തിനോടുള്ള ആർത്തി പറയുന്നു. ഇന്നഹു ലിഹബ്ബിൽ ഖൈരി ലശദീദ്. എല്ലാവരെയും മറക്കാനുള്ള കാരണം മഴ തന്ന, വെള്ളം തന്ന, ഭക്ഷണം തന്ന, വിഭവം തന്ന, ജീവൻ തന്ന അല്ലാഹുവിനെ മറക്കുവാനും, വീട്ടിലുള്ള വാപ്പയെയും ഉമ്മയെയും മറക്കുവാനും, സുഖം തന്ന തന്റെ സഖിയെ മറക്കുവാനും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന കുടുംബക്കാരെ മറക്കുവാനും, 3 അടി വഴിയില്ലാത്ത കാലത്ത് വഴി തന്ന അയൽക്കാരന്റെ മുമ്പിലൂടെ കാറോട്ടി പോകുമ്പോൾ അവനെ മറന്നു കളഞ്ഞതൊക്കെ സമ്പത്തിനോടുള്ള അത്യാർത്തി കൊണ്ടാണ്. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ ഖൈറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഖൈർ എന്ന പദം ഖുർആൻ പ്രയോഗിച്ചത് സമ്പത്ത് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ഖൈറാണ്. സമ്പത്ത് അല്ലാഹു തന്നത് ഖൈറായിട്ടാണ്. പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്തപ്പോ അത് ശർറായി മാറി. അതുകൊണ്ട് സുഹൃത്തെ, സമ്പന്നതയുടെ പളപളപ്പിൽ നമ്മളൊന്നിനെയും മറക്കാൻ പാടില്ല. അമിതമായ സമ്പത്തിനോടുള്ള ആർത്തി നമുക്കുണ്ടാകുമ്പോൾ നമ്മളുടെ ജീവിതം അതുപോലെയായിത്തീരും. തത്വചിന്തകനായ ചൈനക്കാരൻ പറഞ്ഞില്ലേ, നിങ്ങളുടേതായ ജീവിതത്തിന്റെ ലക്ഷ്യവും ആമാശയവും കാമവുമാണെങ്കിൽ അതിൽ നിന്ന് രണ്ടിൽ നിന്നും പുറത്തു വരുന്നതിന്റെ അത്രേ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിന് ആമാശയവും കാമവുമാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെങ്കിൽ അതിൽ നിന്ന് രണ്ടിൽ നിന്നും പുറത്തു വരുന്ന വസ്തുവിന്റെ വില മാത്രമേ നിങ്ങളുടെ ജീവിതത്തിനുള്ളൂ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതത്ര സത്യമാണ്. സമ്പത്തിനോടുള്ള അത്യാർത്തി ഒരു പെൺകുട്ടിയുടെ ജീവൻ സുരക്ഷിതമായ യാത്ര നടത്തുന്ന ഇന്ത്യൻ റെയിൽവേയുടെ കമ്പാർട്ട്മെന്റിൽ കുടുംബത്തിലേക്ക് പോകുന്ന സൗമ്യ എന്ന സൗമ്യയായ കുഞ്ഞോമന പുത്രി, അമ്മക്കും അച്ഛനും പിറന്ന് പൊന്നുമോളെ നോക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന് ജോലിക്ക് പോയി കഷ്ടത തീർക്കാൻ പണിപ്പെട്ട ഒരു കൊച്ചോമന പുത്രി. എന്തേ സംഭവിച്ചത്? ഗോവിന്ദച്ചാമൻ എന്ന കാമവൃത്തിക്കാരൻ അവൻ സമ്പത്തിന് വേണ്ടി ആ കുഞ്ഞിന്റെ മേൽ ആഞ്ഞു വലിച്ചപ്പോൾ ഒന്നും കിട്ടാതെയായപ്പോൾ ആ കുഞ്ഞിനക്രമിക്കുകയും അവന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി ഉപദ്രവിക്കുകയും ചെയ്തു. സമ്പത്തിനോടുള്ള അമിത സ്നേഹവും കാമത്തോടുള്ള അമിത സ്നേഹവും മനുഷ്യന്റെ കണ്ണിനെ നശിപ്പിച്ച് കളയും, അന്ധത ബാധിക്കും. ഇസ്ലാമിന്റെ വീക്ഷണം എന്തൊരു സത്യമാണ് കൂട്ടരെ. എല്ലാം ചെയ്തു തന്ന എല്ലാറ്റിനെയും മറക്കുന്നത് പോലെ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നൊന്നലെയൊക്കെ പേപ്പർ വായിച്ചപ്പോൾ ഗോവിന്ദച്ചാമ അടുത്ത റെയിൽവേ മന്ത്രിയായി വരുമോ എന്ന് ഭയപ്പെടുന്നു. കാരണം പോലീസുകാർക്ക് തൊടാൻ
പേടിയാണ്, ഭയമാണ്, ബഹുമാനാണ്, ആദരവാണ്, നായകനാവുകയാണ്. ഇതാണ് നമ്മളുടെ ജുഡീഷ്യറിയിൽ ചെറിയ ഒരു ഭയമുള്ളത്. ഇസ്ലാമിന്റെ ശിക്ഷയെ പലരും ആക്ഷേപിക്കും. കൊല്ലവനെ കൊല്ലണം. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഓരോ ഉമ്മയും അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൊന്നവനെ കൊല്ലണമെന്നാണ്. ഇസ്ലാമും അങ്ങനെ തന്നെ നീതി നടപ്പാക്കുന്നത്. അക്രമിയോട് അക്രമം ചെയ്യുക എന്നല്ല. ആ അക്രമം ചെയ്തവനെ പോലെ ഇനി ഒരു കുഞ്ഞിനും ഈ ലോകത്ത് അങ്ങനെ അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഇസ്ലാമിക വ്യവസ്ഥിതി വരുമ്പോൾ അവിടെ അത് നടപ്പാക്കണം എന്നാണ് പഠിപ്പിച്ചത്. അല്ലാതെ ഇപ്പൊ പോയി വെട്ടാൻ പാടില്ല. ചിലരങ്ങനെയാ പറയാം, ഇസ്ലാമിക ഭരണം വരുന്നൊന്നും കാത്തിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങിക്കോളി, വെട്ടാളുള്ളവരെ വെട്ടിക്കോളി. അതല്ല ഇസ്ലാം. അതുകൊണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ സമ്പത്തിനോടുള്ള ആർത്തി, കുടുംബ ബന്ധം, അയൽവാസ ബന്ധം, രക്തബന്ധം, അതുപോലെ തന്നെ സാമൂഹിക ബന്ധം, ഇതിന്റെ അപ്പുറമേ നമുക്ക് സമ്പത്തിനോട് ഇഷ്ടണ്ടാൻ പാടുള്ളൂ. അല്ല ഞാൻ ഇതൊക്കെ മറക്കും. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന ഏട്ടനും അനുജനും 15 കൊല്ലായിട്ട് മിണ്ടാതെ നടക്കണമില്ലേ? എന്താ മിണ്ടാത്ത്? തൊള്ളല്ലായിട്ട, നായില്ലായിട്ട? അല്ല, സമ്പത്തിനോടുള്ള അത്യാർത്തി. 25 കൊല്ലമായി സിവിൽ കേസിൽ സ്വത്ത് കിടന്നിട്ട് ആർക്കും ഓഹരി വെക്കാൻ കഴിയാതെ 5 മക്കളും വാടകപ്പുരെ പോയി പാർക്കേണ്ടി വന്ന സമ്പത്തിന്റെ കേസുണ്ട് മുസ്ലിം കുടുംബങ്ങളിൽ. എന്തേ? നമുക്ക് സമ്പത്താണ് വലുത്. വാപ്പ മരിച്ചോ മരിച്ചില്ലേ ഒന്നും നോക്കണം, ഞങ്ങൾക്ക് മുതല് വേണമെന്നാ. വാപ്പാക്ക് ഒരു പെണ്ണെട്ടിച്ചു കൊടുക്കുമ്പോ വാപ്പനോട് പറയാ, വാപ്പ നിങ്ങൾ പെണ്ണ് രണ്ടാമത്തെ കെട്ടിക്കോളൂ, ഇമ്മ മരിച്ചു എന്നൊക്കെ ശരിയാണ്, പക്ഷെ ഗർഭപാത്രമില്ലാത്ത പെണ്ണിനെ കെട്ടിക്കോളൂ കേട്ടോ. എന്താ? ഗർഭപാത്രമുള്ള മോളാവുമ്പോ, ഒരു പെണ്ണാവുമ്പോ അതിന് കുഞ്ഞുണ്ടാവുമ്പോ ഇവർക്ക് കിട്ടണ സ്വത്തിന്റെ പൗതി മുക്കാൽ ഓന് കൊടുക്കേണ്ടി വരും. പേടിച്ചിട്ട്. സുഹൃത്തെ, ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ നമ്മളെ കുറ്റ്യാടിയത്തെ സ്ഥലം ഉണ്ടോ? എത്ര കച്ചവടം നടന്നത്. ഏതെങ്കിലും കച്ചവടക്കാർ മരിച്ചു പോയപ്പോ ഈ സെന്റും സ്ഥലവും ഒരു ചാക്ക് കെട്ടി ഏറ്റി ആരെങ്കിലും പോകാൻ കഴിഞ്ഞിക്കണോ? ഇല്ല. 3 തുണി കണ്ടത്തിൽ നിങ്ങളാളെ ഏറ്റിയല്ലാതെ വേറെ ആരെങ്കിലും ഏറ്റിക്കൊണ്ടേക്കണോ? കൊണ്ടുപോകൂല. അപ്പൊ അത് മനസ്സിലാക്കാൻ, അത് ചിന്തിക്കാൻ, അത് നമ്മൾ ഹൃദയത്തിലുണ്ടാകാൻ ഖുർആൻ നമ്മളോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സമുദായമാവുന്ന ആട്ടിൻകൂട്ടങ്ങളിലേക്ക് 2 ചെന്നായക്കൾ അടുത്തു വരാനിരിക്കുകയാണ്. ഈ സമുദായത്തിലേക്ക് 2 ചെന്നായകളുടെ പ്രവേശനമുണ്ട്. ഏതാണ് 2 ചെന്നായക്കൾ? ഈ വശന്ന് വലഞ്ഞ ചെന്നായക്കൾ ആട്ടിൻകൂട്ടങ്ങളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടുവരാനിരിക്കുന്നത് ഹിർസുൽ മർഇ അലൽ മാൽ, മനുഷ്യന്റെ സമ്പത്തിനോടുള്ള അത്യാർത്തിയാണ്. മതം കൊണ്ടുള്ള ശ്രേഷ്ഠത അവകാശപ്പെടുകയും ചെയ്യുന്നത്. മതമുണ്ടോ? ഭയങ്കര മതാണ്, ഭയങ്കര ദീനാണ്, ഭയങ്കര ദീനാ. ദീനിന്റെ കാര്യത്തിൽ ഭയങ്കര സ്പിരിറ്റ്. ഞാൻ ഭയങ്കരാണ്, ഞാൻ ഭയങ്കര ദീനാണ്. ഇന്റെ ദീന്ന് പറഞ്ഞാണ്ട് ഇത് നിസ്കരിച്ചാലുണ്ടോ? അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ പള്ളിക്കൊക്കെ ഉണ്ടോ? ആ ഒന്നും നോക്കണ്ട, ഞാൻ അതിന്റെ ആളാ. അങ്ങനെ കുറെ ആളുകളായിക്കൊണ്ട്, മതത്തിന്റെ ഭക്തിയുള്ളവരായിക്കൊണ്ട്, ഒരു നേരം പള്ളിയിൽ പോകാത്തവന് പോലും മയ്യത്ത് നമസ്കരിക്കേണ്ടുന്ന ഗതികേട് സമുദായത്തിനുണ്ട്. അല്ലേ? ഒരു നേരം പള്ളിക്ക് പോകാതെ പള്ളിനി മദ്രസിനി ഒക്കെ ചീത്ത പറഞ്ഞ് നിക്കാരെന്ത് എന്നൊക്കെ പറഞ്ഞാലും അയാൾക്കും മയ്യത്ത് കരിച്ചേണ്ട ഗതികേട് നമുക്കുണ്ട്. എന്താ? മതത്തിന്റെ ശ്രേഷ്ഠതകൾ. മതബോധം എന്ന് പറയുന്നത് മകളുടെ കല്യാണം കഴിയാനോ മക്കളുടേതായ വിവാഹങ്ങൾക്ക് വേണ്ടിയോ ആകാൻ പാടില്ല. നമ്മളുടെ മതം എന്ന് പറയുന്നത് നാളെ പരലോകത്തിന് വേണ്ടിയുള്ളതാണ്. സുഹൃത്തേ, നമ്മളുടെ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. പള്ളിയുടെ നിയമവും പള്ളിയുടേതായ മെമ്പർഷിപ്പും നാളെ പരലോകത്തിന് വേണ്ടിയാകണം. അതുകൊണ്ട് എപ്പോഴും അവിടെ ബന്ധമുണ്ടാകണം, അതിന് സ്നേഹമുണ്ടാകണം. നബി തങ്ങൾ പറഞ്ഞ ദുരന്തം ഈ സമുദായത്തിന് വരാതിരിക്കട്ടെ. സമ്പത്തിൻ്റെതായ നീക്കിയിരിപ്പുണ്ടാകണം. കുറച്ചൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാകണം. പണം സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തറിയോ? 2 തരത്തിലുണ്ടത്. അല്പമൊക്കെ ഒരുക്ക് കൂട്ടി വെക്കുകയും അത് വേണ്ടപ്പോൾ ചെലവഴിക്കുകയും ചെയ്യുന്ന സ്വഭാവം. ചെറിയ മക്കൾക്കൊക്കെ ചെറിയൊരു കുറ്റിയൊക്കെ വാങ്ങിക്കൊടുക്കുക. ഞാൻ പ്രായോഗികമായ പരിഹാരം പറയുന്നത്. ഒരു ചെറിയ കുറ്റി ഉണ്ടാവൂലേ? മുമ്പൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു മണ്ണിന്റെ കുറ്റി വാങ്ങിത്തരുമായിരുന്നു വാപ്പ. കിട്ടുന്ന 1 രൂപയും 50 പൈസയൊക്കെ അതിലിടും. അത് ഒരു മെയ് മാസമാകുമ്പോൾ അത് പൊട്ടിക്കും. മദ്രസയിലേക്കും സ്കൂളിലേക്കും ബുക്ക് വാങ്ങാൻ അതിൽ നിന്ന് പണമുണ്ട്. കുട്ടിക്കത് ഭയങ്കര താല്പര്യമായി, സന്തോഷമായി. അല്പമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ. മക്കള് വീടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോ 1000ന്റെ നോട്ട് കട്ടിലിന്റെ അടിയിൽ. 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉമ്മനോട് പറഞ്ഞു, ഉമ്മ 1000 ഉറുപ്യ കട്ടിലിന്റെ ചോട്ട്. ആ സാറില്ല, വാപ്പ ഗൾഫിലല്ലേ? അല്ല, വാപ്പ ഗൾഫില് രാജാവല്ല.
വാപ്പ ഗൾഫിൽ പ്രജയാണ്. രാവിലെ 6 മണിക്ക് വരി നിൽക്കുകയാണ്. ബസ്സൊരു ഹോണടിക്കും, ഇറങ്ങിപ്പായണം. ബേജാറാണ്, വെപ്രാളാണ്. ഉമ്മ മരിച്ചിട്ട് നോക്കാൻ നമ്മളെ വാപ്പാക്ക് വരാൻ പറ്റിയിട്ടില്ല, വാപ്പാക്ക് അസുഖമായിട്ട് പോരാൻ പറ്റിയിട്ടില്ല, കടലാസ് ശരിയായിട്ടില്ല. ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ചങ്ങലക്കെട്ടുകൾക്ക് നടുവിലിരുന്നു കൊണ്ട് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു നട്ടലിന്റെ രോഗവുമായി കുറ്റ്യാടിയിലേക്ക് കുടുംബനാഥൻ തിരിച്ചു വരുന്നു. ഓർത്തു നോക്കൂ, നമ്മൾ ചികിത്സിക്കേണ്ടി വരും. അതുകൊണ്ട് സമ്പത്ത് ആർക്കും വെറുതെ കിട്ടണില്ല, ആർക്കും വെറുതെ കിട്ടണില്ല. അധ്വാനിക്കാതെ ഒരാൾക്കും കിട്ടണില്ല. അതുകൊണ്ട് സുഹൃത്തെ, ഇവിടെയായിരുന്നാലും നമ്മൾ ജോലി ചെയ്തിട്ടും കടയിൽ പോയിട്ടും അതുപോലെ തന്നെ ബിസിനസ് ചെയ്തിട്ടും എല്ലാം ഉണ്ടാക്കുന്ന സ്വത്തിന് വിലയില്ലാതെയായി പോകാൻ പാടില്ല. നമ്മൾ ഒരുക്കുന്ന സമ്പത്ത് നമുക്ക് തന്നെ ഉപകരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് നമുക്ക് തന്നെ ഉപകരിക്കണം. അത് പടച്ചോനോട് പ്രാർത്ഥിക്കണം. നമുക്കുള്ള സമ്പത്തിന്റെ പകുതിയൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ സുഖം കൊടുക്കാവൂ. നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിന്റെ ഇരട്ടി സുഖം മക്കൾക്ക് നമ്മൾ ഉണ്ടായി കൊടുക്കും. അവരതിന്റെ ഇരട്ടി വാപ്പാന്റെ അടുത്തുണ്ടെന്ന് കണക്കാക്കും. അതോടുകൂടി നമ്മളെ കുടുംബം ഒന്നിച്ച് തൊലഞ്ഞു പോകും. ആളുകൾ പറയും, ഇന്ന തറവാട്ടിന്റെ കല്ലില്ലേ അതാണ് ഈ പൊരമ വെച്ചിട്ടുള്ളത്, ഇന്ന തറവാടില്ലേ അതിന്റെ ജനാല ഞാൻ കൊടുന്നിച്ചിക്കണത്. ഓരോ കാലത്തിന്റെ മാറ്റം അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരാൾ അടുത്തിടെ ഒരു സന്തോഷം പങ്കുവെച്ചത്, എന്റെ വീട്ടിൽ നെല്ല് പൊറുക്കാൻ വന്നിരുന്ന ആയിഷുമ്മയുടെ 3 മക്കൾ ഗൾഫിൽ പോയിട്ട് ഇപ്പൊ വന്നിട്ട് ഞാൻ പാർക്കണ തറവാട് പോരാ ഒരു കച്ചവടാക്കാണ്. അൽഹംദുലില്ലാ. കാരണം പടച്ചോ ഞങ്ങൾക്ക് തന്ന പോലെ ഓൽക്ക് കൊടുത്തല്ലോ. അല്ലാതെ അത് പറ്റൂല, ഓൽക്ക് കൊടുക്കണ്ട, പട്ടിണി നടന്നാലും വേണ്ടില്ല. ഇത് അഹങ്കാരമൊന്നുമില്ല. അള്ളാഹു കൊടുക്കുന്നത് ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കും. അള്ളാഹു നൽകുന്നതല്ലോ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളുടെ സമ്പത്തുണ്ടല്ലോ, നമ്മൾ ശേഖരിക്കണ സമ്പത്ത് നമ്മക്കാ അല്ലേ? എനിക്ക് പേറി എന്ന ഒരു ദിവസം ചെലവ് കഴിഞ്ഞു 35 ഉറുപ്പ്യ മതിയാവും. സ്കൂളിൽ നിന്ന് ഒരു ദിവസം 35 ഉറുപ്പ്യ ഗവൺമെന്റ് തരുന്ന അല്ലല്ലോ അല്ലേ? നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ നമ്മക്ക അല്ല, നമുക്കല്ല. എന്നാൽ ഓർക്കണം, ജമഅത മാലം ഫഫക്കർ ലിമാ ജമഅത ലഹു യാ ജാമിഅൽ മാല അയ്യാമ തഫരിഖഹു. സമ്പത്ത് ശേഖരിക്കുന്ന സഹോദരാ, നീ ചിന്തിക്കണം, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ സമ്പത്ത് ശേഖരിച്ചതെന്ന്. യാ ജാമിഅൽ മാൽ, സമ്പത്ത് ശേഖരിക്കുന്നവനെ, അയ്യാമ തഫരിഖഹു, നീ അത് വിടപടഞ്ഞു കൊണ്ടുപോകുന്ന വിട്ടേച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് എന്ന് നീ ഓർക്കുക. അൽ മാലു ഇൻദക മഖ്സൂനുൽ ലിവാരിസിഹി മൽ മാലു മാലുക ഇല്ലാ യൗമ തുൻഫിഖുഹു. അഥവാ നീ സമ്പത്ത് ശേഖരിക്കുന്നു, ആ സമ്പത്ത് മുഴുവൻ നിന്റേതല്ല. നീ ശേഖരിക്കുന്ന സമ്പത്ത് നിന്റെ അനന്തരാവകാശിക്കുള്ളതാണ്. നിന്റെ സമ്പത്തെന്ന് പറയാവുന്നത് നീ ചെലവഴിച്ചത് മാത്രമാണ്. ഞാൻ മുതലാളിയാണെന്ന് ഞാൻ പറയുമ്പോ എനിക്കുള്ളത് എന്താ അറിയോ? ഞാൻ ഇന്നിപ്പോ വൈകുന്നേരം 6:30 മണിക്കാണ് 7 മണിക്കാണ് ഇവിടെ എത്തുന്നത്. അതുവരെ ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതേ എന്റേതുണ്ടെന്ന് പറയുന്ന സമ്പത്തൊക്കെ നമ്മളുടെ സന്താനങ്ങൾക്കുള്ളതാണ്. ഞാൻ മരിക്കുന്നത് എന്റെ ഉപ്പയുടെ മുമ്പാണെങ്കിൽ എന്റെ ഉപ്പക്കുള്ളതാണ്, എന്റെ ഉമ്മക്കുള്ളതാണ്, എന്റെ ഭാര്യക്കുള്ളതാണ്. എനിക്കുണ്ട് എന്ന് പറയുന്ന സമ്പത്ത് കൊണ്ട് ഞാൻ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. ചെലവഴിക്കുമ്പോൾ എനിക്കാകുന്നു സമ്പത്ത്, വിട്ടേച്ചു പോകുമ്പോൾ ആ നിമിഷം മുതൽ നമ്മളുടെ സമ്പത്തല്ല, അത് നമുക്കുണ്ടാകണം. ശ്രദ്ധിക്കണം, സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോ എനിക്കാന്ന് ഞാൻ വിചാരിക്കും, എനിക്കല്ല ഞാൻ ഉണ്ടാക്കണേ. ഞാൻ ഈ നേരം ഇവിടുന്ന് പരിപാടിന്റെ ഇടക്കോ പരിപാടി കഴിഞ്ഞോ ഇവിടുന്ന് പോകുമ്പോ കൊയഞ്ഞു വീണ് മരിച്ചാല് എന്റെ സമ്പത്ത് നിന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതിന് എന്ത് അവകാശമുള്ള? എന്റെ കുട്ടിയൊക്കെയുള്ളതാ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്കുള്ളത് എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ? ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾ, ഇസ്ലാമികമായ മറ്റുള്ള പരിപാടികൾ, ആരാധനാലയങ്ങൾ, പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, രോഗികൾക്ക് വേണ്ടത് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ധർമ്മകാര്യങ്ങൾ നമ്മളുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ഇസ്ലാമികമായ സംസ്കാരങ്ങൾക്കും ഒക്കെ നമ്മൾ ചെലവഴിക്കുക. അപ്പൊ നോക്കൂ, നിങ്ങൾ മത പ്രബോധന പ്രവർത്തനം ഇവിടെ നടക്കുകയാണ് അല്ലേ? ഞാനിപ്പോ നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ മാത്രം ദീനിയ, അങ്ങനെയല്ല, എല്ലാവരും ദീനിയായി ജീവിക്കട്ടെ, നാളെ ഇവിടെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഘാടകരും തന്നെ ഇതിനുള്ള ഒരു 50,000 രൂപയോളം ഈ പരിപാടിക്ക് ചെലവുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റ് ഇവിടെ എവിടെയോ വെക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനോട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് സ്വതക്കയുടെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളത് അതിലേക്ക് നിങ്ങൾ നിക്ഷേപിച്ചാൽ അത് ബാക്കി ഉണ്ടാകുന്നത് അതാണ് എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പത്ത് കൊണ്ട് അഹങ്കാരികളാകാൻ പാടില്ല. നമുക്ക് പടച്ചോൻ സമ്പത്ത് തരുമ്പോൾ ഏറ്റവും വിനയമുള്ളവരാകണം.
അല്ലെ? രാജാക്കന്മാർ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് പ്രവാചകനായി നിലകൊണ്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുമ്പോ നബി തങ്ങൾക്ക് എങ്ങനെ വരായിരുന്നു സുഹൃത്തുക്കളെ? എന്തൊരു കിബിറ് കാണിക്കായിരുന്നു. പക്ഷെ നബി തങ്ങൾ കാണിച്ചോ? ആ ഉമ്മത്ത്, ആ മുത്തുനബിന്റെ ഉമ്മത്ത്പ്പെട്ടവരല്ലേ നമ്മള്, അല്ലെ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനെ വരുമ്പോ വഴിവെക്കൽ ആളുകളൊക്കെ കാത്തിരിക്കുക. ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, ഞങ്ങൾ മുഹമ്മദ് നബിനെ കാത്തിരിക്കുകയാണ്. മത്തോടോ മുഹമ്മദ് നബി അവിടെ എത്തിയിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലല്ലേ പോയത്? ആ, ഇതിൽ തന്നെയാ പോയത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലെ പോയത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരുന്ന ആളുകൾ ചോദിച്ചു, നബി തങ്ങൾ ഇതിലല്ലേ പോയത്? ഇതിൽ തന്നെയാ പോയത്. ഒട്ടകത്തിന്റെ പൂഞ്ഞിയിൽ താടി തട്ടുമാറ് വളഞ്ഞിരുന്നു കൊണ്ടൊരാൾ പോയില്ലേ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമ്മളും നമ്മളുടെ സമ്പത്തും നമ്മളുടെ സംസാരത്തിലൂടെ ഒന്നും കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. ആളാരാ? വളരെ വലിയ സമ്പന്നനാണ്. അതൊക്കെ നമ്മൾ നമ്മളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ പള്ളിയിലെ ഇരുത്തത്തിലോ കടയിലെ ഇരുത്തത്തിലോ കല്യാണപ്പുരയിലെ ഇരുത്തത്തിലോ ഒന്നും കാണാൻ പാടില്ല. അവിടെ ഇരിക്കുന്നു, എന്താ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരണം എന്താ? നമ്മള് അള്ളാഹു നമുക്ക് നൽകിയതിന് അഹങ്കാരമുണ്ടാകുമ്പോൾ, ലാ തംശീ ഫിൽ അർളി മറഹ, നിങ്ങൾ ഭൂമിയിൽ അഹങ്കാരികളായി നടക്കാൻ പാടില്ല. ഇന്നക ലൻ തഖരിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ, നിങ്ങൾ എത്ര അഹങ്കരിച്ചാലും ശരി, നിങ്ങൾ ആകാശത്തോളം ഏതെങ്കിലും ഒരു പർവ്വതത്തോളം ഉയരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ ഭൂമിയെ പിളർത്താനും നിങ്ങൾക്ക് കഴിയില്ല. അഹങ്കാരത്തിലുള്ള സമീപനം ഇവിടെ ഉണ്ട് എന്നല്ല പറയുന്നത്. പ്രിയപ്പെട്ട വാപ്പമാരുടെ മക്കളായ നമ്മൾ വണ്ടിമലൊക്കെ പോകുമ്പോഴേ, അത് കുറ്റിയാടി അങ്ങാടിന്റെ ആ മധ്യത്തിൽ കൂടെ ഒക്കെ ആവുമ്പോൾ ഒന്ന് കരുതുക. വാഹനം പോകാനുള്ളതാണ്, വീട് താമസിക്കാനുള്ളതാണ്, ജോലി ചെയ്യാനുള്ളതാണ്, ആരോഗ്യം അത് നമുക്ക് ജീവിക്കാനുള്ളതാണ്. അതൊന്നും അഹങ്കാരത്തിനുള്ളതാകാൻ പാടില്ല. വണ്ടിമേൽ നമ്മൾ പോകുമ്പോൾ വണ്ടിൻ്റെതായ മര്യാദയിൽ പോവുക. വീട് താമസിക്കാനുള്ളതാണ്. അത് വീട് പണിയുന്നവൻ പണി എടുക്കുന്ന പണിക്കാരൻ എടുത്ത് അവസാനം അവിടെ പണി ചെയ്യുന്ന ആള് പറയും, ഇത് താജ്മഹലിന്റെ പണി മാതിരി ആയിപ്പോയല്ലേ, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പോലെ ഇപ്പൊ പോകാനും കൂടി ഞങ്ങൾക്ക് നേരം കിട്ടില്ല. കൂലി കൊടുക്കണത് മാത്രല്ല, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഭയങ്കര ഇത് എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയോ? ഒക്കെ നമ്മൾ കാണും, പുറമുള്ളോ നമ്മളെ നല്ലോണം കാണുകയും ചെയ്യും. അവിടെ വന്നാൽ 5 ഉറുപ്യ കിട്ടും. ഏതെങ്കിലും ഒരു വണ്ടിക്കാരൊക്കെ നിർത്തി വല്ല പള്ളിക്കോ മദ്രസക്കോ ഒക്കെ കയറി എന്ന്, ഭയങ്കര മതിലാണല്ലോ, ഗേറ്റ് ഓട്ടോമാറ്റിക് ആണല്ലോ, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് തെരുവക്കാരെന്നൊക്കെ വിചാരിച്ചു ചെന്ന് അരമണിക്കൂർ ചരിത്രം കേട്ടിരുന്ന നമ്മൾ 100 ഉറുപ്യ കൊടുക്കും. അയാൾ ആയിട്ട് പറയും, വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തെണ്ടി ഇറക്കുകയാണെങ്കിൽ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് 1000. ഇത് ഇങ്ങനത്തെ ഒരു പെടലായിപ്പോയി, ഇനി ഇങ്ങനത്തെ ഗേറ്റിലോടുത്ത് കയറണ്ടാറില്ല. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് അള്ളാഹ് ഖൈറ് തന്ന് നമുക്ക് കാണുന്ന അനുഗ്രഹം. പക്ഷെ ആ കാണുന്നതിനനുസരിച്ച് കൊടുക്കും വേണം, അല്ലാത്തോ എവിടെയെങ്കിലും കുഴിച്ചിട്ടളി. കാരണം എന്താ അറിയോ? അതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും പല വിദ്വേഷങ്ങൾ പോലും ഉണ്ടാവും. കാരണം എന്താ സുഖം എന്നൊക്കെ ഒരുത്തങ്ങട്ട് പറഞ്ഞാ ഓന്റെ മനസ്സിൽ അതിനോടുള്ള അസൂയയും അതുപോലെ തന്നെ വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ സംസാരവും സഹോദരിമാരോട് പ്രത്യേകം പറയാൻ, മുസ്ലിം താമസ പ്രദേശത്തിനടുത്ത് ഒരു കട നടത്തുന്ന പർദ്ദ നടത്തുന്ന ഒരുത്തൻ അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഒഴിഞ്ഞൊരു സ്ഥലത്താണ് കച്ചവടം, എന്നാലും ഒരു ഫാമിലി വന്ന ഒരു മാസം ചെലവ് കഴിഞ്ഞു പോകാം. അപ്പൊ ഒരു ഫാമിലി ഒരു ദിവസം വന്നാൽ 1 മാസം ചെലവ് കഴിഞ്ഞു പോകും. അതെന്താ? 25,000 പർദ്ദയാണ് ഞാൻ വിൽക്കണേ. ശരി, അപ്പൊ 25,000 പർദ്ദ, 15,000 പർദ്ദ, 15,000 ഒന്നും ചിലർക്കൊന്നും വേണ്ടെന്നൊക്കെ 25,000 മതി എന്നാണ്. കഫപ്പുടവ് ഇപ്പൊ തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ ഏതാ കമ്പനി വേണ്ടത്. സാധാരണ ഇവിടെയൊക്കെ കോട്ടന്റെ ഇതൊക്കെ കിട്ടും. ഇനിയിപ്പോ ഏതാ വേണ്ടതെന്നൊക്കെ എഴുതി വെച്ചാൽ ഒരുവിധമൊക്കെ ഒരു പരിധിയും പരിമിതിയും നമുക്ക് വേണം, അല്ലേ? നമ്മൾ ഒരിക്കലും അഹങ്കാര സ്വഭാവമുള്ള കുടുംബത്തിലൊന്നും കാണിക്കാൻ പാടില്ല. പ്രത്യേകം ഞാനത് പറയണ നിങ്ങളോട് ഒരു വെറുപ്പോ വിഷമത്തോട് നിങ്ങളത് കാണരുത്. നമ്മുടെ മക്കളുടെയൊക്കെ പെരുമാറ്റമൊക്കെ, ബാപ്പ നല്ല മാന്യനേക്കാരൻ, ഉമ്മി നല്ല മാന്യനേക്കാരൻ, മക്കളെ നമ്മൾ നടക്കണുണ്ടാ ചിലപ്പോ അമേരിക്കൻ പ്രസിഡന്റിന്റെ മകൻ കുറ്റിയാടി വന്നാന്നൊക്കെ തോന്നിപ്പോയാലുണ്ടല്ലോ, നമ്മളെ വാപ്പക്ക് പോലും, എന്റെ പൊന്നു മക്കളോടാ ഞാൻ പറയണത്, നമുക്ക് നമ്മളുടേതായ മാന്യതയും നമ്മളുടെ സ്നേഹവും നമ്മുടെ ബഹുമാനമൊക്കെ എന്തിനോടും വേണം. അപ്പൊ സമ്പത്തൊരു നമുക്കൊരു തിന്മക്ക് വേണ്ടിയാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ നമ്മളോട് പഠിപ്പിച്ചു, സമ്പത്തിന്റെ ശേഖരണം സുഹൃത്തെ നല്ല രൂപത്തിലായി മാറണം. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് പള്ളിക്കൊക്കെ 500 ഉറുപ്യ കൊടുത്തോണ്ടായില്ല. ചില നാട്ടിലോ കണ്ടില്ല നിങ്ങൾ,
സ്ത്രീധനം 1,00,000 റുപ്യാണെങ്കിൽ 10,000 റുപ്യ പള്ളിക്ക്. വൈകുന്നേരം കുടിച്ച കള്ള് 10 കുപ്പി കള്ളാണെങ്കിൽ ഒരു കുപ്പി പള്ളിക്ക് കൊടുക്കേണ്ടി വരും അല്ലേ? പള്ളി കമ്മിറ്റി വാങ്ങിക്കേണ്ടി വരും. നോക്കിങ്ങൾ ഹറാമായ സ്വത്ത് ഹലാലാക്കാൻ വേണ്ടി അവന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ട് അത് ഹലാലാക്കുക അല്ലേ? ബ്ലാക്ക് മണി ഉണ്ടല്ലോ, വൈറ്റ് മണി ആക്കണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. അതുകൊണ്ട് സമ്പത്തിന് അനർഹത. നിഅമൽ മാലു സാലിഹ്, ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറയുന്നത് ലിർറജുലി സാലിഹ്, ഏറ്റവും നല്ല മനുഷ്യന്റെ കയ്യിലുള്ള സമ്പത്താണ്. നബി തങ്ങൾ പറയാ ഇസ്ലാമിന്റെ ഏറ്റവും